اللهم اوصل اللهم قراءة ما قرأناه ولم منا إلى حضرة الحبيب سيدنا محمد صلى الله عليه وسلم. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته، اللهم ولا تحرمنا رؤيته. اللهم احشرنا غدا تحت ظل لوائه المعقود. اللهم إلى حضرات أوليائك الكرام جميعهم لديك، اللهم بحقهم استر عسيرنا وسهل أمورنا وقض حوائجنا، بارك لنا في جميع أمورنا خصوصا في أمر ديننا وأمر دنيانا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. صلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. ഉംറയെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടിരിക്കും. ഉംറയെ കുറിച്ച് മനാസിക്ക് വായിച്ചിരിക്കും. ഉംറയ്ക്കുള്ള സീഡികൾ കേട്ടിരിക്കും. പക്ഷെ ഉംറയ്ക്ക് വന്ന ആൾക്കാരുടെ കുറിച്ച് തന്നെ ഉംറയ്ക്ക് എത്ര ഫർളുണ്ട് എന്ന് കേട്ടാൽ, ഉംറയ്ക്ക് എത്ര വാജിബാത്ത് ഉണ്ട് എന്ന് കേട്ടാൽ അവ മേലേക്ക് നോക്കും. മനസ്സിലായ? നിങ്ങൾ കേട്ടു നോക്ക്, ഞാൻ വെറുതെ പറയുകയല്ല. അപ്പൊ അതുകൊണ്ട് നമ്മ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് ഈ പഠിച്ചു എല്ലാവരും, ചെറിയ മക്ക രണ്ടാളുണ്ട്, അവർക്കും ഇതേ വിഷയം നിങ്ങൾ കേട്ടാൽ തപ്പാതെ ചൊല്ലുവാൻ കിട്ടും. അതുകൊണ്ട് ശ്രദ്ധ ഇവിടെ എന്താണ് ഉണ്ടാവണം. അത് വലിയ കടുപ്പുള്ള വിഷയമാണ്. വളരെ സിമ്പിളായിട്ടാണ് ഉംറയുടെ വിഷയങ്ങൾ. ചില ആൾക്കാരെല്ലാം പറഞ്ഞിങ്ങനെ പരത്തിക്കൊണ്ട് വന്നാൽ നമുക്ക് തോന്നുന്നതാണ് അതൊരു വലിയ പാടുള്ള വിഷയമാണ്. ഉംറ സംബന്ധമായിട്ട് നമുക്ക് പഠിപ്പാനുള്ളത് ഉംറയുടെ ഫർളുകൾ 5. എത്ര? വാജിബാത്തുകൾ 2. മനസ്സിലായ? വാജിബാത്തും ഫറലും 1 2 അത് 2ആണ്. എന്താ വ്യത്യാസം വന്ന് കേട്ടാൽ, വാജിബാത്ത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പരിഹാരമുണ്ട്, ഫറല് ഒഴിവാക്കി കഴിഞ്ഞാൽ അതിന് പരിഹാരമില്ല. അത് തന്നെ സുജൂദ്. സാഹിബിനെ സുജൂദ് പോലെ ഇപ്പൊ കുനൂത്ത് മാറുന്നു, 2 സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? കുനൂത്ത് ഒരേ കൂലി കിട്ടി എന്നതുപോലെ തന്നെ നാമ ഈ ഉംറയുടെ വാജിബാത്തുകളിൽ നിന്ന് 2 നിന്ന് ഏതെങ്കിലും ഒന്ന് നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ അതിന് പരിഹരിക്കാനുള്ള മാർഗമുണ്ട്. ആടർത്ത് കൊണ്ട് നമുക്ക് പരിഹാരം കൊടുക്കില്ല. ഇനി ഏതെങ്കിലും ഒരു വാജിബാത്ത് വിട്ട് കഴിഞ്ഞാൽ അമ്മ ഉംറ എന്നാകാ ശരിയാകാം. ഇതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ ഉംറയുടെ വാജിബാത്തുകൾ എത്രയെന്ന് ചൊല്ലിയേ? 5. 1 ഇഹ്റാം, നിയ്യത്തിനെയാണ് ഇഹ്റാം ചൊണ്ട്. 2 തവാഫ് ചെയ്യൽ. 3 എന്താണ്? സഅയ് ചെയ്യൽ. സഫാ മർവാടെ സഅയ് ചെയ്യൽ. 4 മുടി മുറിക്കൽ. 5 തർത്തീബ്. മനസ്സിലായി? തർത്തീബ് ഹലാൽ ഈ പറഞ്ഞതെല്ലാം ക്രമപ്രകാരം ചെയ്യണം. അപ്പൊ ഈ ഫറലുകൾ പഠിക്കുന്നിടത്ത് നമ്മ എപ്പോഴും 2 വെട്ടിക്കളയലുണ്ട്. മക്കൾക്കെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നിസ്കാരത്തിന് എത്ര ഷർത്ത് ഫറലുണ്ട്? 14 ഫറലാണ് ഇല്ല. എല്ലാ ഫറലും പഠിക്കുന്നിടത്തും നമ്മ എനിക്കുണ്ട് 2 ഫറല് വിട്ടുകളയോട്. ഞാൻ ചൊല്ലിക്കഴിഞ്ഞാൽ എപ്പോഴും ഫറലിലെ 1ാമത്തെ നിയ്യത്തായിരിക്കും, അവസാനത്തത് തർത്തീബായിരിക്കും. അപ്പൊ ഇനി ബാക്കി അവ എത്ര പഠിച്ചാൽ മതി? മനസ്സിലായ? 4 പിന്നെ പഠിപ്പാൻ കൊണ്ടാ. 3 2 2 പോയി പോലെയാ. 1ാമത്തെ നമുക്ക് പിടിയുണ്ട്, അവസാനത്തതെല്ലാം വൈക്ക് വഴി ചെയ്യുക. 3 ഇനി പഠിപ്പാനുള്ള. 2ാമത്തെ എന്താണ്? തവാഫ് ചെയ്യുക. 3ാമത്തത് സഅയ് ചെയ്യുക. 4ാമത്തത് മുടി മുറിക്കുക. അതെല്ലാം ഓർഡർ പ്രകാരം മന്നെയാ നോക്കിയാൽ കഴിഞ്ഞു. മനസ്സിലായി? ഇപ്പൊ പടനായി എല്ലാവർക്കും നമ്മൾ പടനായ എങ്ങനെ? 1 നിയ്യത്ത്. നിയ്യത്തിനെയാണ് ഇഹ്റാം എന്ന് ചൊല്ലുന്നത്. തക്ബീറത്തിൽ ഇഹ്റാം ചൊല്ലാൻ നിസ്കാരത്തിൽ ഇങ്ങനെ കെട്ടേണ്ട പോലെ ഹജ്ജ് ചെയ്യുവാൻ നാം കരുതി എന്ന നിയ്യത്ത് വയ്ക്കേണ്ടതിനാണ്ടോ ഹജ്ജിന് ഇഹ്റാം കെട്ടേണ്ടതെന്ന് ചൊല്ലുന്നുണ്ട്. ഇഹ്റാം കെട്ടുവേലിയാന്ന് വിചാരിച്ച ചില ആളുകൾ വിചാരിക്കാൻ ഇതിങ്ങനെ എടുത്തിങ്ങനെ ഇടുവേലിയ, അത് മറിക്കേണ്ടതിനാണോ എന്നു ഇഹ്റാം കെട്ടേണ്ടത് എന്ന് നമ്മ സംശയിക്കും. അപ്പൊ അങ്ങനെയല്ല, ഈ നിയ്യത്തിനെയാണ് ഇഹ്റാം എന്ന് ചൊല്ലുന്നത്. 2ാമത്തത് എന്താണ്? ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഈ ഇഹ്റാം ചെയ്യേണ്ടത് പിന്നെ വാജിബാത്തുണ്ടല്ലേ 2 അത് 2 1 മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യണം. മീഖാത്തുകളുണ്ട്. ഹജ്ജിന് 5 മീഖാത്തുകളുണ്ട് എന്ന് ചൊല്ലിയാൽ ഈ മക്ക ഷരീഫിന്റെ ബൗണ്ടറി ആയ പുറത്തുള്ള ആൾക്കാർക്ക് ഹറം ഷരീഫിലേക്ക് മാണ്ടേന ഓരോ ഭാഗത്തിലുമുള്ള ഈ പ്രദേശം വിട്ടുകിടക്കേണ്ട മുന്നേ ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചുകൊണ്ട് വേണ്ട ആൾ നിയ്യത്തോടുകൂടെ ആയിരിക്കണം പ്രവേശിക്കേണ്ടത്. മനസ്സിലായ? അതില്ലാതെ പ്രവേശിക്കാൻ പാടില്ല. അതിനെയാണ് ഇപ്പൊ 1ാമത്തത് മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യണം. 2ാമത്തത് എന്താണ് വാജിബാത്ത്? തവാഫുൽ വിദാ. തവാഫുൽ വിദാ
ഹജ്ജിനെ നമുക്കിവിടെ പറയേണ്ടതില്ല, അതുകൊണ്ട് അതിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല. അത് ഈനക്കണക്കും വളരെ സിമ്പിളാണ്, മനസ്സിലായ? അത് പിന്നെ നമുക്ക് പറയാം. അപ്പോ രണ്ടാം വാജിബാത്ത് 2, 1 മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക, രണ്ടാമത്തെ തവാഫുൽ വിദാ, അല്ലേ? അപ്പൊ ഇനി ഈ വിഷയങ്ങൾ മാത്രം നാം പഠിച്ചാൽ മതി. വേറെ പിന്നെ സുന്നത്തുകളുണ്ട്. ഏത്? മൂന്നാമത്തത് ഉംറയുടെ സുന്നത്തുകൾ. അതിലിപ്പോ പ്രധാനപ്പെട്ട ഒരു 2 സുന്നത്ത് നമുക്ക് പറയാനുള്ളത്, തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇബ്രാഹിം മഖാമിനെ വഴിയിലേക്ക് നിന്ന് 2 റക്അത്ത് നിസ്കരിക്കും, അത് സുന്നത്താണ്. പിന്നെ ഒന്ന്, അത് കഴിഞ്ഞാൽ സഫാമർ ഇതുണ്ടല്ലേ സംസം തന്നെ, ഇത് കുടിക്കണം. ഇതും പ്രധാനപ്പെട്ട 2 സുന്നത്തുകളാണ്. അപ്പൊ ഇത് നന്നായി തവാഫിനായിട്ട് വേണ്ടത് കൊണ്ടാണ് അതവിടെ നമ്മൾ പറഞ്ഞ. മറ്റും സുന്നത്തുകളുണ്ട്. അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത്, ഒന്നാമത്തത് എന്താണ്? ഇഹ്റാം ചെയ്യുക. എന്താണ് ഇഹ്റാം എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ? ഇഹ്റാം ചൊല്ലിയാൽ ഹജ്ജിന് 4 വിധത്തിൽ ഇഹ്റാം ഉണ്ട്. അതായത് തമത്തു, ഇങ്ങനെ ഖിറാൻ എന്നെല്ലാം ചൊല്ലി ഹജ്ജ് കൊണ്ട്. ഉംറക്ക് അങ്ങനെ നമുക്ക് പഠിക്കൊണ്ടില്ല, ഒരു മട്ടത്തിൽ പഠിച്ചാൽ മതി. എന്താണ് ഉംറക്ക്? ഇനി നവൈത്തുൽ ഉംറത വഹറംതു ബിഹി ബിഹാലില്ലാഹി തആല, നവൈത്തുൽ ഉംറത വഹറംതു ബിഹാ ലില്ലാഹി തആല എന്ന് ചൊല്ലി ഇഹ്റാം ചെയ്താൽ മതി. ആ രൂപം, 1 രൂപ, നേരിട്ട് ഉംറയ്ക്ക് തന്നെ ഇഹ്റാം കെട്ടി പോകുന്ന രൂപമാണ് ഇവിടെ നമ്മൾ സ്വീകരിക്കേണ്ടത്. അത് ചിലപ്പോ നമുക്ക് എവിടേക്കാണ് നമ്മൾ ഫ്ലൈറ്റ് ഇപ്പൊ പോകേണ്ടതെന്ന് അറിയാം. നമ്മ നേരിട്ടുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണെങ്കിൽ നമ്മൾ ജിദ്ദയിലേക്കാണ് പോകേണ്ടത് എങ്കിൽ മനുഷ്യൻ എയറിന്റെ അടുത്തുണ്ട് തന്നെ നിയത്ത് വയ്ക്കും. അതെല്ലാം മദീനയിലോ വേറെ ദമാമിലോ ഒക്കെ പോകുന്ന റൂട്ടുകളിലാണ് നമ്മൾ പോകേണ്ടതെങ്കിൽ അവിടെ എത്തിയേച്ച് പോകേണ്ടിടത്ത് പാസിങ് മീക്കാത്ത് എത്തുക, അപ്പൊ നിയത്ത് വെച്ചാൽ മതി. മനസ്സിലായി? അതെല്ലാം അമീർമാർ കൂടെ ഉണ്ടെങ്കിൽ അവ ചൊല്ലിത്തരും. നമ്മ മീക്കാത്തിന്റെ അടുത്തുള്ളതുകൊണ്ട് നമ്മ ചൊല്ലോണം എന്നവ ഉണർത്തിക്കൊണ്ടുണ്ടാവും. അപ്പോ ഇഹ്റാമിൽ നിന്ന് നമ്മ നിയത്ത് ചെയ്യിച്ചു. ഇഹ്റാമിന് ചില മര്യാദകളുണ്ട്. അങ്ങനെ പെട്ടെന്ന് പോയിട്ട് ഹജ്ജ് ശിവാന്നാൻ കെട്ടി അല്ലെങ്കിൽ ഹജ്ജിനെ കരുതിയും ചൊല്ലുവാൻ പറ്റുക ചില മര്യാദകളുണ്ട്. അപ്പൊ ആ മര്യാദകൾ എന്തെല്ലാമാണ്? ഒന്ന്, നമ്മ ശാരീരികമായും മാനസികമായതായാലും നമ്മ തയ്യാറായ ആൾക്കാരാണ്. ഇനി നമ്മ തടികളെ അന്വേഷിക്കണം. ഒന്ന്, ശരീരം കൊണ്ടൊന്ന് ശുദ്ധിയാവാൻ വേണ്ടിക്ക് നമ്മ മുടികളെല്ലാം, അനാവശ്യമായ മുടികൾ, രോമങ്ങൾ അടക്കമുള്ള രോമങ്ങളെല്ലാം ഒഴിവാക്കി എന്താണ് ഇഹ്റാമിനെ കരുതി കുളിക്കണം. ഇഹ്റാമിന്റെ നിയത്തോടുകൂടി കുളിക്കണം. അപ്പൊ നമ്മൾ സാധാരണ കുളിക്കലുണ്ട്. കുളി എന്നുള്ള ഒരു വിഷയമാണ്. അപ്പൊ ഈ ഇപ്പൊ പറഞ്ഞ ഈ 5 കാര്യങ്ങളും 1 മണിക്കൂർ കൊണ്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മ ഈ ക്ലാസ് എടുക്കേണ്ടത് 7 ദിവസം കൊണ്ടില്ല നമുക്ക് കൃത്യമായിട്ട് ഉംറയെ ക്ലാസ് എടുത്ത് തീർപ്പാങ്ങളെ. എന്തുകൊണ്ടാന്ന് കേട്ടാൽ, ഇപ്പൊ കുളി, ഉദാഹരണത്തിന് കുളി 2 മട്ടത്തുള്ള കുളിയുണ്ട്. കുളിക്കാകെ ഫർള് എത്രയാണുള്ളത്? അവിടെ നിങ്ങൾ പറഞ്ഞ പോലെ ആക്കാതെ, ഒന്നാമത്തെ നിയത്ത്, രണ്ടാമത്തെ എന്താണ് തർത്തീബ് എന്ന് ചൊല്ലത്, തഅമീമിൽ മായി അലൽ ബദരി, ശരീരത്തിന് എല്ലാ ഭാഗത്തും വെള്ളം എത്തിക്കലാണ്. അവിടെ പിന്നെ ഇതില്ലേലും ഒന്ന് പിന്നെ അനക്കളേക്കുള്ള തന്നെ വിത്തിനത് ഇതിന് പിന്നെ പാളിക്ക് വയ്പ്പാങ്ങില്ലേ ഇല്ല. അതുകൊണ്ടാണ് അവിടെ 1, 2 ഇങ്ങനെ നോക്കാന്ന് ചൊല്ലിയത്. ഏകദേശം ഇങ്ങടെ താരങ്ങളും ചാറുള്ളിടത്തെല്ലാം തർത്തീബ് വരും. അപ്പോൾ ആ കുളിക്കുന്ന സ്ഥലത്ത് നമ്മൾ പെട്ടെന്ന് ഇപ്പൊ ഒരു ആൾ കുളിക്കുന്നെങ്കിൽ നമ്മ ഷവർ കയറിപ്പോ ഷവർ തിരിച്ചുപോ നിയത്ത് വെച്ചുപോ മടക്കിപ്പോ ഇല്ല, കുളി ശരിയാവും. അതേ സമയത്ത് ശരിക്കുള്ളൊരു കുളി കുളിക്കണ്ടെങ്കിൽ ശരിക്കൊന്ന് ഫെടിച്ചിട്ടില്ല എവിടൊക്കെ ആദ്യം എങ്ങനെ നിൽക്കണം, എവിടെയെല്ലാം വൃത്തിയാക്കണം ഇല്ല. അതുപോലെ തന്നെ ഉളു എടുക്കണം. എവിടേക്കാണ് ആദ്യം തണ്ണി വീത്തോണ്ടിയത്, തലയ്ക്ക് വീത്തോണമോ വലത്തേക്ക് വിട്ടോണമോ ഇടത്തേക്ക് വീത്തോണമോ ഇല്ല. ഇങ്ങനെയുള്ള കുറെ വിഷയങ്ങൾ അവിടെ തന്നെ പിടിപ്പാങ്ങുണ്ട്. ആനാമഞ്ഞ ഒന്നുറപ്പിപ്പാങ്ങുണ്ട്. ആ ഉളവുണ്ടാകേണ്ട തണ്ണി എങ്ങനെ ഫർദ് എത്ര ഇങ്ങനെ പറഞ്ഞോണ്ട് പോകാൻ നീട്ടിപ്പോവും. അതൊന്നും നമ്മളിവിടെ പറയണത് അല്ല, ഏകദേശം അറിയുന്നത് തന്നെയാണ്. ആ അറിയുന്ന പോലെ നമ്മളിപ്പോ അങ്ങനെ മുന്നിലേക്ക് പോവുക. അപ്പോൾ നമുക്കിവിടെ പറയാനുള്ളത്, നമുക്ക് കുളിച്ച് ഇഹ്റാമിന്റെ നിയത്തോട് കൂടി കുളിച്ച് കുളിച്ചു കഴിഞ്ഞതിന് ശേഷം അത്തർ പൂശൽ സുന്നത്തുണ്ട്, മര്യാദയാണ്. മനസ്സിലായ? ആ അത്തർ തേക്കുന്നത് ശരീരത്തിലേക്ക് തേക്കണം, ഡ്രസ്സിലേക്ക് തേക്കാൻ പറ്റാം. അത്തർ തേക്കുന്ന നേരം അത്തർ ശരീരത്തിൽ ഡ്രസ്സിൽ തേച്ചാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാം. അതുകൊണ്ടാണ്. അപ്പൊ ശരീരത്തിലേക്ക് തേച്ചു കഴിഞ്ഞാൽ ആ മണം നിൽക്കും, അത് പ്രശ്നമില്ല. ഇഹ്റാം കഴിഞ്ഞാൽ ഇപ്പൊ ഏതുപോലെ കേട്ടാൽ അത്തായ സമയത്ത് അത്തർ തേക്കൽ സുന്നത്തുണ്ട്. അതും കൊണ്ടാണ് പിന്നെ പള്ളിക്ക് പോകേണ്ടത്. അപ്പണേക്ക് മാങ്കൊടുത്ത് പോകും. മാങ്കൊടുത്ത് അത്തർ തേച്ച് വടക്കേണ്ടത്തേക്ക് അല്ലാഹു അക്ബർ മണം മാണ്ട ആ ശേഷം കാണും, പ്രശ്നമില്ല.
അതേ സമയത്ത് അത്തർ സുബഹിന് ശേഷം നമ്മ ശേഖൽ കറാഹത്താണ്, നോമ്പുകാരനായിക്കൊണ്ട്. ഇതുപോലെയാണ് ഇവിടെയും. അപ്പൊ നമ്മ ശരീരത്തിലേക്കാണ് തേക്കേണ്ടത്. പിന്നെ ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കണം. ഇഹ്റാമിന്റെ പ്രത്യേകമായ വസ്ത്രം ആണേക്കെന്നാണ് തുണ്ടിത്തുണ്ടപ്പെട്ട പാടില്ല. പെണ്ണിയേക്കും പ്രത്യേകമായ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് കൂടുതൽ വിശദമായിട്ട് പിന്നെ ഒരു ക്ലാസ് സംഘടിപ്പിക്കേണ്ടതിനെ പറയുക. മൂന്നാമത്തത്, പിന്നെ ഇഹ്റാമിന്റെ 2 റക്അത്ത് നിസ്കാരം. ഇഹ്റാം കെട്ടിയതിന് ശേഷം മുഞ്ഞോ ഇഹ്റാം കെട്ടുക മുന്നേ ഞാൻ മര്യാദയില്ലേ പറയണ്ട്. ഇഹ്റാം മുന്നേ എന്നാൽ 2 റക്അത്ത് സുന്നത്തിന്, ഇഹ്റാമിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു. അവിടെ ഏതിന്റെ ഓതുന്നു? മുഹമ്മദ് ആദ്യത്തെ 1-ാം റക്അത്തില്, രണ്ടാമത്തതിൽ ഖുൽ ഹുവല്ലാഹു ഓതി ഖുൽ യാ അയ്യുഹൽ കാഫിറൂനെ ഓതി നിസ്കരിക്കണം. 1-ാമത്തേൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, 2-ാമത്തേൽ ഖുൽ ഹുവല്ലാഹു അഹദ്. അങ്ങനെ. പിന്നെ ചെരുപ്പ് ധരിക്കണം. അത് മര്യാദയാണ്. ഇഹ്റാം കെട്ടിയച്ച് ചെരുപ്പ് ധരിക്കണം. ആ ചെരുപ്പിനെ തന്നെ ഇങ്ങനെ നമ്മ മുന്നിൽ മറേണ്ട, വിരലുകൾ മറേണ്ടതും മടമ്പ് മറേണ്ട ഷൂ പോലെയുള്ളതാകാൻ പാടില്ല. അപ്പോ ഈ നിസ്കാരത്തിന്റെ നിയത്ത് ഉസല്ലി സുന്നത്തൽ ഇഹ്റാമി റക്അത്തൈനി ലില്ലാഹി തആല. ഇഹ്റാമിന്റെ 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടുകൂടി. പിന്നെ വാഹനത്തിലേക്ക് പിന്നെ കയറി കഴിഞ്ഞാൽ ഈ ഇഹ്റാം വെച്ചത് മുതൽ അങ്ങോട്ട് തൽബിയത്ത് ചൊല്ലണം. തൽബിയത്തിലെ ആകെയുള്ള മുദ്രാവാക്യം ഒന്ന് ചൊല്ലിയൊക്കെ, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ ലക വൽ മുൽക്ക് ലാ ശരീക ലക്. അങ്ങനെ ചൊല്ലി നമ്മ തൽബിയത്ത് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം. അപ്പോ ഇഹ്റാം ചൊല്ലിയാ മനസ്സിലായ ഹജ്ജിന്റെ നിയത്തിനെയാണ് ഇഹ്റാം എന്ന് പറയേണ്ടത്. അപ്പോ മീഖാത്തിൽ നിന്ന് നമ്മ നിയത്ത് വെച്ചുകൊണ്ട് എടാ പോകുന്നതിനെയാണ് ഇഹ്റാമിന്റെ രൂപം, പ്രായോഗിക രൂപം. ഇനി ഇഹ്റാം ആക്കി കഴിഞ്ഞാൽ നമ്മ ഇഹ്റാം വെച്ചു പോയില്ല, അത് മുതൽ അങ്ങ് ചില കാര്യങ്ങൾ നമുക്ക് പാടില്ല. കാരണം നമ്മ ഇപ്പൊ പ്രത്യേകമായ ഒരു ഗസ്റ്റായി മാറിപ്പോയി. ഇഹ്റാം വയ്ക്കുന്നതോടുകൂടി ഇനി അമ്മ മരിച്ചാൽ തന്നെ അമ്മ ആ രൂപത്തിലാണ് കൊണ്ടുപോയി വയ്പ്പാം. തലമറയാ, മനസ്സിലായ? പെണ്ണാണ് വെച്ചെങ്കിലുള്ള മുഖം മൂടാ. അങ്ങനെ മുഹരിമായിക്കൊണ്ടാണെങ്കിൽ എവിടെ വരുക? മഹ്ശറിൽ മണ്ട സമയത്ത് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എല്ലാരും വെപ്രാളപ്പെട ഓനാ വിളി എന്നാണ്? അയ്യാ വിചാരിച്ചത് ഇപ്പോഴും താൻ കല്ലെറിയാൻ പോണ്ടി എന്നാണ്. അപ്പൊ ആ ഇതിൽ മുഹരിമായിക്കൊണ്ട് ഖിയാമത്ത് നാളെ അയാൾ കൊണ്ടുവരപ്പെടുന്നു. അപ്പൊ പ്രത്യേകമായി അവിടെ എന്താണ് ഹറാമാകുന്ന കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണ് കേട്ടാൽ, സാധാരണ രീതിയിലുള്ള വസ്ത്രം ധരിപ്പാൻ പാടില്ല. ചുറ്റിത്തുന്നപ്പെട്ട, ഉദാഹരണത്തിന് ട്രൗസർ ചുറ്റിത്തുന്നപ്പെട്ടതാണ്, ഫാൻസ്, കുപ്പത്തെ ഇവിടെ ചുറ്റിത്തുന്നിയനില്ല, ബനിയൻ, അങ്ങനെയുള്ളതെല്ലാം പാടില്ലാത്തതാണ്. പിന്നെ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. അത്തർ നേരത്തെ ചോദിച്ചില്ല. ഇനി നമ്മ അത് ഈ ഇഹ്റാമിൽ നിന്ന് ഒഴിവാകുന്നവരേക്കും നമുക്ക് പാടില്ല. അതുപോലെ എണ്ണ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ആദ്യം കനിശോണം ലേശം ചാലച്ച് ചെളികൾ തേച്ചേക്കൊണ്ട് വൈലയും കൂടി അഡ്വസായിട്ട് കണ്ട്. അപ്പോ നഖം മുറിപ്പാൻ പാടില്ല, മുടി മുറിപ്പാൻ പാടില്ല. അതെല്ലാം നേരത്തെ മുറിച്ചു പോലില്ല. പിന്നെ വിവാഹബന്ധം പാടില്ല, വിവാഹം നടത്താൻ പാടില്ല ഇഹ്റാമില്. ഇപ്പൊ ഇടയിലൊരു വിഷയം പറയാനുള്ള, ഇപ്പൊ ഒരു പെട്ടെന്നൊരു വീഡിയോ വൈറലാകുന്നുണ്ട്. അത് യഥാർത്ഥത്തില് അവ നിക്കാഹ് കഴിച്ചത് അവിടെ വെച്ചാണ്. എവിടെ? അപ്പൊ ആ ഡ്രസ്സിലാണെന്ന് മാത്രം. യഥാർത്ഥത്തിൽ അവർ ഇഹ്റാം ചെയ്തുകൊണ്ടുള്ള ആൾക്കാരില്ല, മനസ്സിലായ? അപ്പൊ അതുകൊണ്ടുകൊണ്ട് ചില ആൾക്കാർ വിചാരിക്കുന്നു അവളെന്ന് അവിടെ പോയി കല്യാണം ആക്കുക, മക്കത്തിലെ കല്യാണം. ഏയ്, ചില ആളിയ ആഞ്ഞതാ എനിക്ക് അവളെ ഒരു പ്രപ്പോസ് പറയോണ്ട് വന്നുണ്ട്. അങ്ങ് മൂർത്തങ്ങ് ഇങ്ങനെ നോക്കിത്താണോണം. അമ്മ കൂട്ടത്തുണ്ടില്ല, മക്കത്ത് വെച്ചവ ഹറത്തിനപ്പക്കൽ ഇഹ്റാമും കെട്ടിക്കൊണ്ടുപോയി വീട് പറയുക, അത് കറാഹത്താണ്. കല്യാണാലോചന നടത്തല് കറാഹത്ത്. എന്നെ തട്ടിക്കിട്ട ഇവക്ക് തട്ടിക്കിട്ട. ചില ആളുകൾ അങ്ങനെയല്ല, കൊടുത്തു വയ്പ്പാ, അവക്ക് മടുക്കി പറഞ്ഞു വിട്ടാര് വേണം. അപ്പൊ ചില ആളുകൾ എന്നെ ചൊല്ലും, തങ്ങയില്ലയാ മക്കത്തിലാണോ വീട് പറഞ്ഞത്, ഇല്ലെങ്കിൽ തെങ്ങ മക്കത്തിലാണോ കല്യാണം എന്ന് അത് കണ്ട് സംശയിച്ചു പോയി. ഇപ്പൊ ഒരു വീഡിയോ നടക്കണ്ടില്ല. അപ്പൊ യഥാർത്ഥം അതിൻ്റെ അങ്ങനെ ആയിരിക്കും. അതിനെ കുഞ്ഞെ ബാപ്പായില്ല വേറൊരാളെ ഏൽപ്പിച്ച് അവളെ ഇതിരേശക്കാരങ്ങനെ കല്യാണം കഴിക്കാം, നമുക്ക് കഴിക്കാം. പക്ഷെ എന്താണ്, ഇഹ്റാമിൽ ചെയ്യൽ ഹറാമാണ്, കല്യാണം ശരിയാവൂല എന്നാ. ഹറാമാണ് മാത്രമല്ല, കല്യാണം ശരിയാവുകയുമില്ല.
പിന്നെ വിവാഹബന്ധം നടത്തല്, അതിലായി കല്യാണമുള്ള കാര്യങ്ങൾ, പിന്നെ സംയോഗം ഭാര്യമാർക്ക് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അനുവദനീയമാണ്. പക്ഷെ ഇപ്പോ നമ്മ തഹല്ലുലാകുന്നവരേക്കും പാടില്ല. പിന്നെ വേട്ടമൃഗങ്ങളെ നശിപ്പിക്കൽ, ഇതും പാടില്ല. മനസ്സിലായ? അപ്പോ ഇതെല്ലാം വലിയ വിഷയങ്ങളാണ്. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞു പോകാൻ നിങ്ങൾക്കെല്ലാം മനസ്സിലായി പോയില്ലേ നിങ്ങൾ വിചാരിക്കരുത്. ആന സങ്കീർണമായ ഭാഗത്തിലേക്ക് കടന്നാൽ നിങ്ങൾ വെള്ളം കുടിക്കും. ഉദാഹരണത്തിന് നമ്മ മദീനയിൽ ഇറങ്ങി, ഞങ്ങളുടെ നാടാണ്, അല്ലെങ്കിൽ ജിദ്ദയിൽ തന്നെ ഇറങ്ങി. ജിദ്ദയിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ഇഹ്റാം കിട്ടുക. അങ്ങനെ ജിദ്ദ ഉണ്ട് നമ്മ പോണ്ട തിരുവത്ത്, നമ്മ വണ്ടി പഞ്ചറായി, അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ നമ്മ അവിടെ നിന്ന് നമ്മ വണ്ടി ഇതെല്ലാം ഒന്ന് നന്നാക്കാൻ വേണ്ടി കുറെ വിശ്രമിക്കാൻ വേണ്ടി അപ്പൊ അൽഫാത്തുള്ള പുരക്കാർ ചൊല്ലിയ ലക്ഷദ്വീപുള്ള ഹാജിമാരില്ല ഇങ്ങനെയുള്ള ഉച്ചയ്ക്കെന്ന് ചൊല്ലി അവിടെ കൊണ്ടുള്ള കാനാടെ പെട്ടെന്ന് വെച്ചുകൊണ്ട് ഒരാളുണ്ട്. ഉച്ചയ്ക്കത്തെ ചോറ്റെങ്കിൽ നിങ്ങൾക്ക് അറപ്പാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണ്. അപ്പൊ അറക്കേണ്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ അമ്പുക ഉണ്ട്. ആര്? അപ്പൊ അമ്പുക കൂടെ പറഞ്ഞിട്ടുണ്ട്, അയാട്ടിന് വന്ന് മോനുമുണ്ട്, ഇയാളാണെങ്കിൽ ഡ്രസ്സിലാണ്, ഇറക്കാൻ പറ്റുമോ? അപ്പൊ ചോദ്യമാണ്. പിന്നാനാടെ വേറെ ഒരു പ്രശ്നം എന്താണ്? ഒരുത്ത് തെരയും ചൊറിഞ്ഞ ചൊല്ലണ്ടാല് ഇത് കാലം ഒരു ഫേൻ കിട്ടീന്, ഇനി പെന്ന് ശിവ മുട്ടുവാനോ മുട്ടാതിരിപ്പാനോ? ഫേൻ കിട്ടീന് എന്ന് ശിവ മുട്ടിയാൽ പോയി വറക്കേണ്ടി വരുമാ, ആടർക്കേണ്ടി വരുമാ? അപ്പൊ പ്രശ്നമാണ്. മുട്ടുകിരാമോ മുട്ടാതാവാനോ? മുട്ടുകിരാമാ ആയിരിക്കും. നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ അത് പഠിക്കേണ്ട വിഷയങ്ങളാണ്. അത് പിന്നെ സമഗ്രമായി നമ്മൾ പഠിക്കണം. ഇവിടെ പറയാം ഓരോ വിഷയവും പഠിക്കേണ്ട നേരം ആന ശക്ക് തീർത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സംശയം വരാം. ഇല്ലെങ്കിൽ എല്ലായിടത്തും സംശയം തന്നെയാണ്. മനസ്സിലായ? അതുപോലെ പാതി കേട്ടേച്ചാൽ അപ്പുറം കേൾക്കാതെ ആകരുത്. പണ്ടൊരാൾ പറഞ്ഞു തരാം, വലായ പോലും മുസ്തഖ്ബിലല്ലിൽ കഅബത്തി, ഖിബലയ്ക്ക് മുന്നിട്ട് കൊണ്ട് മൂത്രം വഹിക്കാൻ പാടില്ല എന്ന് ചൊല്ലിയെടുത്ത് എന്താണ് വലായ പോലും പറഞ്ഞത്? അവൻ റങ്ങിപ്പോ മുസ്തഖ്ബിലിൽ കഅബത്തി കേട്ടേല്ലേ. അങ്ങനെ വാപ്പാ കൂട്ടുവാമന്റെ കുഞ്ഞു ചൊല്ലിയ വലായ പോലും മക്ക വിടുവേല. മക്ക അങ്ങനെയല്ലേ, പിടിച്ച പോലെയാണോ? പോണ്ട അവിടത്തേക്കെല്ലാം അങ്ങനെ ചെയ്യും. ലൈപ്പാൻ കൂടാ. അവസാനം പാപ്പ ചുറ്റിപ്പെടുത്തിയെന്നാണ്. അപ്പൊ എന്നാണ്? പിടിച്ചെടുത്ത് പറ്റിയ ഫാൾട്ടാണ്. ഒരേട്ടേക്കും തിരിഞ്ഞളച്ച് പഠിപ്പാൻ പറ്റാന്നാണ്. അപ്പൊ അപ്പുറം പിടി തിരിഞ്ഞില്ല, അങ്ങനെ ആവാൻ പാടില്ല. അപ്പോ നമുക്കിവിടെ പറയാനുള്ളത് എന്താണ്? അപ്പോ വേട്ടമൃഗം എന്ന് ചൊല്ലിയാൽ അന് ഇത് പടുമാ പടാ, ഈ ആട് പടുമാ വേട്ടമൃഗമായത്. അപ്പൊ ഒരു ബുദ്ധിമുട്ടുകാരില്ല, അത് ഒരു നോയിക്കുണ്ടല്ല തന്നെ, അത് നമുക്കുള്ള പരിപാടി ഇല്ല. ഇല്ലെങ്കിൽ അവളാ ഒരു ബുദ്ധിമുട്ട് നമ്മ കൊണ്ട് തീരണ്ടെങ്കിൽ നമുക്ക് ഷായം തന്നെ അതിനെ ഹുരക്കാറില്ല. അപ്പൊ ആന കൂറുപാട് മനസ്സിലായും പിടിച്ചു വെച്ചാൽ അവിടെ അന്വേഷിക്കലാം, നമുക്ക് ചെയ്ത് കൊടുക്കലാം. അപ്പൊ അതാണ് ഏതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഇപ്പൊ പറഞ്ഞ് ഇഹ്റാമിൻ കൊണ്ട് ഹറാമാവുന്ന കാര്യങ്ങൾ. ഇതെല്ലാം നമുക്ക് ശിവ പാടില്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെ നമ്മ തവാഫ് ഇഹ്റാമെല്ലാം ചെയ്ത് നമ്മ മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്യാതെ നമ്മ അങ്ങനെ എവിടേക്ക് പോവാണ്? മക്കയിലേക്ക് പോവുകയാണ്. മക്ക എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിചയം കൊണ്ടാകും. എന്താണ് മക്ക എന്ന് ചൊല്ലിയാൽ നിങ്ങളെ മനസ്സിൽ ഉദിക്കേണ്ടത്? അത് മദീനത്തില്ല ഉള്ളത്. മക്ക എന്ന് പറഞ്ഞാൽ മാമിൻ നബി എന്നില്ല ഹജ്ജ. 1,24,000 അമ്പിയാ മുർസലുകൾ. എത്ര ഉണ്ട്? ഒരു റിവായത്ത് പ്രകാരം 2 ലക്ഷം. ഏതായിരുന്നാലും 1,24,000 പ്രവാചകന്മാരിൽ ഒരാളും തന്നെ ഹജ്ജ് ചെയ്യാത്തതായിട്ടില്ല. അക്കൂട്ടത്തെ ഏറ്റവും ദൂരത്തപ്പെട്ട ആളാണ് നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം. അയാളുടെ നാട് ഇന്ത്യക്കാരനാണ്. ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വാ ബീബിയും ചെയ്പിടിച്ച് പുറത്താക്കിയ സമയത്ത് ആദം നബി അലൈഹിസ്സലാം ഇന്ത്യയിലും വന്നു, ഹവ്വാ ബീബി ജിദ്ദയിലും പോയി. മനസ്സിലായ? അങ്ങനെ ഈ 2 ആൾക്കാരും 2 ഭാഗത്ത് വീട്. അവിടെ നിന്ന് ആദം നബി അലൈഹിസ്സലാം 40 പ്രാവശ്യം ഹജ്ജ ആദമു 40 ഹജ്ജത്തൻ മാഷിയം മിനൽ ഹിന്ദി, ഇന്ത്യയിൽ നിന്ന് നടന്നു പോയി 40 വട്ടം ഹജ്ജ് ചെയ്തു. ആര്? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറെ കാലത്തിന് ശേഷമാണ് അറഫ മൈതാനിൽ നിന്നൊരു പെണ്ണിനെ കാണുന്നത്. ഈ വലിയ 40 കൊല്ലക്കാലം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ കണ്ണുനീരൊഴുകിയ ഭാഗത്ത് പുല്ലുപുഷ്പങ്ങൾ മുളച്ചിരുന്നു. എന്താ പ്രശ്നം? അച്ഛൻ്റെ ഒരു ഫൗളായിപ്പോ വീടിന്റെ ഭാഗത്തേയും കേട്ട് അതൊരു തെപ്പായിപ്പോയി എന്ന് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ടുള്ള ഖേദമാണ്. അങ്ങനെ ആദം നബി അലൈഹി സ്വലാമിന്റെ തൗബ അല്ലാഹ് സ്വീകരിച്ചു.
മാത്രമല്ല ആ ഹവ്വാ ബീബി റളിയല്ലാഹു തആല അൻഹുമായി അവിടെ നിന്ന് കാണാൻ മുട്ടി. എവിടെ നിന്ന്? അതിനാണ് അറഫ എന്ന് പറയേണ്ടത്. അതെല്ലാം ചരിത്ര ഭൂമികളാണ്. ഏതായിരുന്നാലും അന്ന് പിന്നെ ഇത്രയും കാലത്തിന് ശേഷം കണ്ടതില്ല. അങ്ങനെ അവർ രണ്ടുപേരും അറഫയിൽ നിന്ന് മടങ്ങി മുസ്ദലിഫ എന്ന് പറയുന്നതാണ്. അവിടെ ഒറ്റ ഒരു രാവാണ് ആളുകൾ ഉണ്ടാവുക. ലോകത്ത് ഒരു രാവ് ലക്ഷക്കണക്കിന് ആളുകൾ. ഇക്കൊല്ലം എത്ര ആള് ഹജ്ജ് ചെയ്യാ? കണക്കൊക്കൂലേ അപ്പൊ ഈ വർഷം ഹജ്ജ് ചെയ്ത മുഴുവൻ ആളുകളും ഇന്ന് രാത്രി കഴിഞ്ഞ മുസ്ദലിഫയുടെ രാവ് അഥവാ ദുൽഹജ്ജ് 10 രാവ് എവിടെ കൂടി? അറഫയിലല്ല, മുസ്ദലിഫയിൽ കൂടി. അത് ഒരു രാവ് ചുരുങ്ങിയ പുല്ലരിന്റെ അടുത്തേക്ക് അവയെല്ലാം പിരിഞ്ഞു. അന്തി ഹുലിയം കത്തവിച്ച ശേഷമാണ് അവിടെ വേണ്ടത്. ആ ദിവസം മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഭാര്യയായ ഹവ്വാ ബീവിയെ കണ്ടുമുട്ടി സന്തോഷം കൊണ്ടെന്ന് അവരവിടെ ആഘോഷിച്ചു, അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു, ആദമിന്റെ മക്കളുടെ ഏറ്റവും വലിയ പെരുന്നാൾ ആ ദിവസത്തിൽ ആകണം. ബാപ്പ സന്തോഷിച്ച ദിവസമാണ്. അതുകൊണ്ട് മക്കളെ നിങ്ങളും സന്തോഷിക്കുക. മനസ്സിലായ? അമ്മ പെരുന്നാൾ രണ്ടാണ്. വലിയ പെരുന്നാൾ ഏത്? ബാപ്പായ്ക്ക് സന്തോഷം ഉണ്ടായ ദിവസം. അപ്പൊ നമുക്കും അന്ന് സന്തോഷമാണ്. ഒരുപാടും കാലത്തിന് ശേഷം ഉമ്മായ വന്ന് കണ്ട് റാഹത്തായ ദിവസമാണെന്ന് വലിയ പെരുന്നാൾ നടത്തിയത്. മനസ്സിലായ? അപ്പൊ അതാണ് മുസ്ദലിഫയുടെ ഓർമ്മ. അങ്ങനെ ഓരോന്നിനും ഓർമ്മകളാണ്. അങ്ങനെ തുടങ്ങി ആദം നബി അലൈഹിസ്സലാം മുതൽ മഹാനായ നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള ആളുകളെല്ലാം പോയി എത്തിയ ആ ഭൂമിയിലേക്കാണ്ടോ ഈ ചെപ്പും ചവറും കൊണ്ട് നമുക്കുണ്ട്. മനസ്സിലാണ്ടിയാ? അപ്പൊ നമുക്കും അവിടെ എത്തുന്ന സമയത്ത് നമ്മ മനസ്സ് കേക്ക് ഇവിടെ ഒളിവാങ്ങ തക്കത്ത ഇതുണ്ടാ എന്നാ കയ്യ്, അല്ലാതെ എനിക്ക് ഇവിടെ ക്ലീലാമാ. അതുകൊണ്ടാണ് നമ്മ ആദ്യം തന്നെ അന്വേഷിക്കേണ്ടത്. നമ്മ ലോഡെല്ലാം ഒന്ന് ക്ലിയർ ആക്കി ആരെ കണ്ടാലും നമുക്ക് അസ്സതില്ല, ആരെയും കണ്ടാൽ നമുക്ക് വിഷമങ്ങില്ല, സങ്കടങ്ങില്ല. അതെല്ലാം ഉണ്ടാഞ്ഞ് അതെല്ലാം നമ്മ എന്നാ ഓട്ടോമാറ്റിക്. ഇപ്പൊ നമ്മ മൊബൈൽ ഹാങ് ആയി ഉദാഹരണത്തിന്, അപ്പൊ നമ്മ എന്ത് ചെയ്യും? ആനുണ്ട് വേണ്ടാതെ കുറെ സാധനങ്ങളൊക്കെ നമ്മ തന്നെ ഇങ്ങനെ നോക്കി ഇത് കുറെ എമ്പാടും വട്ടം കണ്ടുപോകാന്ന് ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് എന്ത് ചെയ്യും? ഓടും. ഇതുപോലെ നമ്മ മനസ്സിലും ചില സമയത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മ മനസ്സിലേക്ക് നോക്കിയാൽ ചില ആളുകളെ മുഖം നമുക്ക് കൂടുതൽ ഇങ്ങനെ എടുത്തു കാണിക്കും. അല്ല എന്ന് ചൊല്ലി അപ്പൊ ഓരോ ഒന്ന് എടുത്തു വെച്ചോണ്ട് ചൊല്ലും, ചങ്ങാതി നീനുമായിട്ട് കുറെ പ്രശ്നങ്ങൾ നമ്മ തമ്മിൽ ഉണ്ടാഞ്ഞ്, സ്വത്ത് സംബന്ധമായിട്ടുണ്ടാഞ്ഞ്, അന്ന 10-20 കൊല്ലം നിന്നാ കൂടെ കേസും കൂടിയാഞ്ഞ് കഴിഞ്ഞു പോകുന്നത്. ഏതായിരുന്നാലും നീ എന്നെ ശീതവും നൂർബിരിയാരവും എല്ലാം നാന്നിക്ക് പുറത്ത് തന്നെ പോവുക എന്ന് ചൊല്ലി ഓൻ അങ്ങോട്ട് ഡിലീറ്റ് ആക്കി വിടുക. അമ്മ മനസ്സിൽ ഇപ്പൊ ഇന്നോനെ കുറിച്ചേം ഉണ്ടാ. മനസ്സിലായ? അപ്പോ ഇനി അമ്മ മുന്നോട്ട് വന്നാലും എന്നാണ് അമ്മ മനസ്സിൽ പ്രശ്നമില്ല. ഓനമ്മ പൊരുത്തപ്പെടി ഇപ്പൊ കഴിയുമോ ഇല്ല എന്നുള്ള വേറെ വിഷയം. പക്ഷെ അമ്മ മനസ്സിലുണ്ടാകേണ്ട ഇതെല്ലാം നമ്മ ക്ലിയർ ആക്കിക്കൊണ്ട് മദീന പരിശുദ്ധമായ മക്കയിലേക്ക് നാം പോകാണ്. അങ്ങനെ മക്കയിലേക്ക് മറ്റൊരുപാട് ചരിത്രങ്ങളാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനായ ഇസ്മായിലിനെയും ഹാജറ ബീവിയെയും കൊണ്ട് ഒഴിവാക്കി വിട്ടു. പോണ സമയത്ത് വിളിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല ഇങ്ങനെ പോണ്ടതാ? മറഞ്ഞു നോക്കിയില്ല. വീണ്ടും ചോദിച്ചു. മൂന്നാമതും ഹാജറ ബീവി വിളിച്ചു ചോദിച്ചു, അല്ലാഹുല്ലദി അമറക ബിഹാദാ, ഇത് നിങ്ങൾക്ക് അള്ളാഹ് പറഞ്ഞ ഖുർആനാണോ? അള്ളാഹ് പഠിപ്പിച്ചോണ്ടാണോ ഇത് ചെയ്യുന്നത്? അപ്പൊ അത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിച്ചുകൊണ്ട് പറഞ്ഞു, ബല, അതെ ഇത് അള്ളാഹിന്റെ ഓർഡറാ. അപ്പൊ പറഞ്ഞു, എങ്കിൽ നിങ്ങ പോയിക്കോ, എങ്കിൽ പേടിയില്ല. അള്ളാഹു ആണ് അവിടെ ഗന്ധം കൊടുത്തു, ഈത്തപ്പന കൊടുത്തു. അങ്ങനെ ലോകത്തിന് മുഴുവനും ആ ഭൂമിയിലേക്ക് അള്ളാഹു താല തിരിച്ച് ഇബ്രാഹിം നബി അങ്ങനെ കാബ പഠിച്ചപ്പോ അള്ളാഹു താല പറഞ്ഞു, വിളിക്കും വാദ്യൻ ഫിന്നാസ്. അത് ഞങ്ങൾ രണ്ടും തവാഫ് ചെയ്തു. ആ സമയത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മഖാം ഇബ്രാഹിം എന്ന് പറയുന്ന കല്ലിന്റെ മുകളിൽ കയറി. ആ കല്ല് ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതത്തിനോളം വലുപ്പമാവുകയും ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിക്കുകയും ചെയ്തപ്പോ അത് കേട്ട ആൾക്കാരിൽ ഒരാളംഗമായിട്ടാണ് നാം എന്നെ പഠിച്ചോനെ അമ്പുള്ളി കേട്ടത് കൊണ്ടില്ലേ ഇന്ന് നാം ഇവിടേക്ക് എത്തിയത് എന്നാ വേദന ഇങ്ങനെ നമുക്ക് വരും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഓർമ്മ നമുക്ക് മനസ്സിൽ വരും. അങ്ങനെ നമ്മൾ മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തേലേക്ക് പോകാണ് ഇല്ല, രണ്ടോ മൂന്നോ? ഒന്നാമത്തെ ഇഹ്റാം, രണ്ടാമത്തത് തവാഫ്. അത് മക്കയിലാണുള്ളത്. അപ്പൊ മക്കയിൽ നമുക്ക് കഅബ ശരീഫ് ഉണ്ട്. അതിന്റെ അടുത്ത് തന്നെ ഹജറുൽ അസ്വദ് അതിന്റെ ഒരു ഭാഗത്താണ്. ഇബ്രാഹിം മക്കാമുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം കയറി നിന്ന കല്ല്. പിന്നെ അതുപോലെ തന്നെ ഹിജർ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. കഅബത്ത് ഇങ്ങനെ ഒരു ചുറ്റുമുള്ളത്.
അത് കാബത്തിന്റെ ഉള്ളിൽപ്പെട്ട ഭാഗമാണ്. മനസ്സിലായോ? അങ്ങനെ ചില ഭാഗങ്ങൾ പ്രധാനപ്പെട്ട ഭാഗം നമ്മ ഇപ്പൊ പറയുമ്പോൾ ഇങ്ങനെ മനസ്സിലായി. അപ്പൊ നമുക്ക് തവാഫ് ചെയ്യേണ്ടത് ഇവിടെയാണ്. അങ്ങനെ നമ്മ പോയി നമ്മ റൂമിൽ സന്തോഷത്തിൽ ഇന്ന് ചേർപ്പാടുണ്ടോ ചെല്ലിനെ കൊണ്ടുതന്നെയല്ല. അപ്പോ അവിടെ നമ്മൾ എത്തി വിശ്രമം എല്ലാം കഴിഞ്ഞ് റൂമിൽ അമ്മ സന്തോഷം പോലെ പോവോ? പിന്നെ ഇറാമ പോകില്ലാമാ മരിച്ചിടത്തേക്ക് പോവാന്നില്ല കേട്ടത്. ആ പോലെ അതുകൊണ്ട് എവിടേക്ക്? അള്ളാഹു ഖബർ സന്തോഷാക്കട്ടെ, റാഹത്താക്കട്ടെ. അള്ളാഹു താല ഹറം ഷരീഫിൽ ഒരുമിച്ച് കൂടിയ ആ മഹാന്മാരുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട് ആ സഹോദരന്റെ ഖബർ അള്ളാഹു സന്തോഷാക്കട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളും അപകടങ്ങളും അള്ളാഹു നമുക്കോ നമ്മുടെ കുടുംബത്തിലോ നമ്മൾ അറിഞ്ഞവർക്കോ അള്ളാഹു തരാതിരിക്കട്ടെ. റഹ്മാനെ റഹമുറാഹിമീനായ റബ്ബി, അത്തരം വല്ല ബലാലും മുസീബത്ത് അടങ്ങേറുകൾ ഞങ്ങളിൽ ഉണ്ടെങ്കിൽ നീ മാറ്റണേ റഹ്മാനെ റഹ്മത്തിക്ക് റഹമുറാഹിമീൻ. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് തവാഫിലേക്ക് പോകാണ്. തവാഫിന് പോകുമ്പോ മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കണം. അവിടെയാണ് തവാഫ് ഉള്ളത്, ഇല്ല? ആ കിടക്കുമ്പോ ബാബുസലാം എന്ന് പറയുന്ന ഒരു ഭാഗം കൊണ്ട് സഫാ മർവന്റെ ഇടയിലാണ് ബാബുസലാം നിൽക്കുന്നത്. അവിടെ കൂടി കടന്ന് ഈ കഅബ ഷരീഫിലേക്ക് നമ്മൾ എത്തിയാൽ, കഅബ ഷരീഫ് ഇതുപോലെയാണ് ഉള്ളത്. കണ്ടിയാ? ഇതാണ് നക്കിയക്ക് ഭാഗം. മനസ്സിലായ? ഇതാണ് ഏത് ഭാഗമായിരിക്കും? അപ്പ ഇത് കിടാവായാൽ ഇത് വടക്കല്ലേ, അപ്പൊ പിന്നെ ഇതോ പടിഞ്ഞാറ് ഭാഗം. അപ്പൊ ഇതോ തെക്ക് ഭാഗം. ശരിക്കും മനസ്സിലാക്കുക. തെക്ക് കിഴക്ക് ഭാഗത്തിലാണ് ഹജറുൽ അസ്വദ് ഉള്ളത്. മനസ്സിലായ? നേരെ പടിഞ്ഞാറ് ഭാഗത്തിലാണ്, കിഴക്ക് ഭാഗത്തിലാണ് എന്നുള്ളത് ഇബ്രാഹിം മക്കാം ഉള്ളത്. ഇന നേരെ വടക്ക് വശത്തിലാണ് മക്കാം ഹിജർ ഇസ്മായിൽ ഉള്ളത്. മനസ്സിലായ? കാബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ കിഴക്ക് ഭാഗമാണ്. കാരണം അവിടെ കഥത്തെ വാതിലുണ്ട്. ഈ വാതിൽ മുതൽ ഹജറുൽ അസ്വദ് ഉള്ളത് ആ ഭാഗത്താണ്. ഹജറുൽ അസ്വദ് മുതൽ ഇവിടെ വരെയുള്ള ഈ മുസ്ദലിം എന്ന് പറയുന്ന ഒരു ഭാഗം കൊണ്ട്, മനസ്സിലായ? അവിടേക്ക് ദുആ ചെയ്താൽ, നേരിട്ട് കൊണ്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ദുആ സ്വീകരിക്കും. ഈ ഭാഗ്യങ്ങളെല്ലാം കിട്ടിയ ആൾക്കാരാണ് നമ്മ. നിനക്കെല്ലാം കിട്ടീനാ ഭാഗ്യം? കിട്ടീനാ? എന്തുകൊണ്ട്? നാമ ഈ നേർക്ക് നിന്നാണ് ദ്വാരക്കേണ്ടത്, നിസ്കരിക്കേണ്ടത്. ഇത് നൂൽ പിടിച്ചാൽ ഈ ഇടത്തേക്ക് എത്താൻ എന്ന് ആര് ചൊല്ലിയേ? ഏറ്റവും മറ്റുള്ള ഭാഗത്ത് ഇത്ര ശ്രേഷ്ഠതയില്ലേ? അപ്പൊ കഅബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിപ്പാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം ചെയ്തു. അൽഹംദുലില്ലാഹ്. മറ്റുള്ളവർക്ക് ഭാഗ്യമില്ല. ഒരു വ്യത്യാസം മനസ്സിലായ? അപ്പോ നമ്മ ഇപ്പൊ തിരിഞ്ഞു നിൽക്കേണ്ടത് ഇങ്ങനെയാണ്. പിന്നെ അവിടെ നിന്ന് ഇവിടെയാണ് നമ്മ തവാഫ് തുടങ്ങുവാൻ പോണ്ട ലൊക്കേഷൻ. ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് തവാഫ് ചെയ്യണം. ഈ തവാഫ് ചെയ്യണം. അങ്ങനെ തവാഫിന് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മാത്രമേ തവാഫ് ചെയ്യൂ. എത്തിയ പോലെ ചുറ്റിയ ചേള് ചുറ്റാണ് തവാഫ്. തവാഫ് എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ കഅബത്തിന് 7 പ്രാവശ്യം ചുറ്റുന്നതിനാണ് തവാഫ് എന്ന് പറഞ്ഞത്. നവൈതു തവാഫൽ ഉംറത്തി സബഅത അശ്വാത്തിൽ ലില്ലാഹി തആല. അപ്പോ തവാഫിന്റെ വാജിബാത്തുകൾ 9 നിബന്ധനകളുണ്ട്. 9 നിബന്ധനകളാണ് തവാഫുള്ളത്. ഒന്ന് നിയ്യത്ത് ചെയ്യണം. എന്താണ്? നവൈതു തവാഫൽ ഉംറത്തി സബഅത അശ്വാത്തിൽ ലില്ലാഹി തആല. അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഉംറയുടെ തവാഫ് 7 വട്ടം ചുറ്റുവന്നാൻ കരുതി. 7 പ്രാവശ്യം കൂടിയാണ് വന്ന്. രണ്ടാമത്തതാ ഔറത്ത് മറയ്ക്കണം. മനസ്സിലായ? അപ്പൊ ഔറത്ത് മറക്കാൻ പിന്നെ അവിടേക്ക് പോകുക. ചിലപ്പോ അമ്മ തുണി കൊടുത്ത ഫൂട്ടിനക്കളേക്ക് ആകായ, ചിലപ്പോ അമ്മ ശ്രദ്ധിച്ചേലിയായിരിക്കും, അങ്ങനെ ആകും. ചിലപ്പോ ബെൽറ്റ് എല്ലാം പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആകും. അപ്പൊ ആ സമയത്ത് എന്താവണം? പിന്നെ പെണ്ണിಗೆ ചില സമയത്ത് പർദ്ദ അവിടെ പോയി എടുക്കേണ്ടേരം അപായ പർദ്ദയെങ്കിൽ ഇങ്ങനെയുള്ള ഉണ്ടാകും. വേറെ ചില പെണ്ണുകളെ കാണും ഇതിലെത്തി ഇവിടെ വരെ ഇട്ട് ഇങ്ങനെ അവള ഇവിടെ എല്ലാം നമുക്ക് ഇങ്ങനെ നോക്കിയാൽ കാണും. വട്ടത്തിലാണ് ചില പെണ്ണുകളുണ്ട് ഇങ്ങനെ കൈ പൊന്തിച്ചാലോളെ ഇവിടെ വരും. വീഡിയോയിലെല്ലാം നോക്കിയാൽ കാണും. അങ്ങനെ അപ്പോ നമ്മ ഇവിടെ എന്താണ്? ഇതൊന്നും വെളിവാകാത്ത വിധത്തിലുള്ള ഡ്രസ്സുകളായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ശുദ്ധി ഉണ്ടായിരിക്കണം. നമ്മളെ വസ്ത്രങ്ങൾ ശുദ്ധി ഉണ്ടാകണം. നമുക്ക് ഒന്നും ഉണ്ടായിരിക്കണം. വസ്ത്രം, പിന്നെ ശരീരം, നമ്മ കൈ എന്തെങ്കിലും ചുമക്കേണ്ട സാധനം കൊണ്ടുപോകും. ചെരുപ്പെല്ലാം ചില സമയത്ത് അതിന് ചെയ്യും, സഞ്ചി ഇട്ട് ചുറ്റുവാൻ ചിലപ്പോൾ കൊണ്ടുപോകും. മറ്റേച്ച് ചുറ്റിലാണ് നല്ലത്. പിന്നെ തവാഫ് ഹജറുൽ അസ്വദ് മുതൽ തുടങ്ങുന്നുണ്ട്. 4-മത്തത് 3 കാര്യം പറഞ്ഞു. 5-മത്തത് 7 ചുറ്റ് പൂർത്തിയാക്കണം. ചുറ്റിക്കൊണ്ടതിന് 7 എണ്ണം തികയണം. 6-മത്തെ കാര്യം കഅബ ഇടതുവശത്തായിക്കൊണ്ടാണ് പോകേണ്ടത്. ഇങ്ങനെയാണ് പോകേണ്ടത്. മനസ്സിലായ? വലത്തിയിടൽ ഇടതുവശം. നമ്മ ഇടതുവശമാണ്. കഅബ ഇങ്ങനെ ആയിക്കൊണ്ടാണ് പോകേണ്ടത്.
അങ്ങനെ പോണ്ടേനാളെ കണ്ടോ ഇയ്യവാ കൈയുണ്ട് വീടല കണ്ടേല് എല്ലാം മറിഞ്ഞു നോക്കണ്ടേ ലേശം വയ്യിൽ പെട്ടുപോകും. അപ്പൊ എന്നെ ചെയ്താ ഏ ഏ അങ്ങനെ നൊക്കുവാ മറിഞ്ഞെന്നെ ചെയ്ത് ഓളെങ്ങ വലിച്ചോണ്ട് ഇങ്ങനെ 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 വന്ന് അപ്പൊ ഇടം മറിഞ്ഞു പോകും. വയ്യിലോടി കുറെ കാബത്തിന് നടക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ ഈ ഭാഗം ഇങ്ങനെ തിരിഞ്ഞ് ആ ഇടം നമുക്ക് ഫൗളായി പോകും. മനസ്സിലായ? അപ്പൊ നമ്മ ഈ ചുറ്റുമയവനും ഇത്രയും സ്ഥലം നമ്മ എവിടെ എല്ലാം പാസ് ചെയ്യുന്നുണ്ട് ആ സ്ഥലം നമ്മൾ ഇടതുവശത്തായിരിക്കൊണ്ട് ജനിച്ചോണ്ടിയത് ആയിരിക്കേണ്ടത്. ഉദാഹരണത്തിന് നമുക്ക് അതിന്റെ മൊബൈൽ വീണ് ഇല്ലെങ്കിൽ കണ്ണാടി വീണ് അത് എടുക്കാൻ വേണ്ടിക്ക് നമ്മ ഇങ്ങനെ മറിഞ്ഞ് ആ സമയത്ത് അടുത്ത ആളി ആ മൗണ്ട് ഇങ്ങനെ ആക്കിയിരിക്കൽ ആ ചുറ്റമ്മ ശരിയാകാം. നമ്മ എനിച്ചോണ്ടും ഒന്നുകിൽ റിവേഴ്സ് ഗിയർ അടിച്ചിങ്ങെ പോകണ്ടും ഇല്ലെങ്കിൽ ഒരു ചുറ്റ് എക്സ്ട്രാ ചുറ്റേണ്ടി വരും. മനസ്സിലായ? അവിടെ അങ്ങനെയാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കാബയുടെ കാബയുടെ പുറത്തു കൂടി ആയിരിക്കണം നമ്മ ചുറ്റുമണ്ണേ. അപ്പൊ കാബത്തെ വാൽ തുറന്നു വിട്ടിരാണ് ഉള്ളിലേരം കിടക്കുവാൻ ഒരു സംശയമുണ്ട്. അങ്ങനെ ഉണ്ടാവായോ? കാബം തൊടുകയോ കാബത്തെ ഉള്ളിൽ കടന്ന് ആരെങ്കിലും നിസ്കരിക്കൊണ്ടെന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മ ഈ പാക്കേജിൽ സൗകര്യമുള്ളതാണ്. എന്നത് കാബത്തിന്റെ ഉള്ളിൽ കടന്ന് ആരെങ്കിലും നിസ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചൊല്ലുണ്ട്. നമുക്ക് നേരത്തെ മെസ്സേജ് അയക്കേണ്ടതാണ്. ആരെങ്കിലും ഉണ്ടോ? കടത്തിക്കും. ആ ബാപ്പയ്ക്ക് ആശയുണ്ട്. സെയ് സാഹിബെല്ലാം കാബത്തുള്ള കടന്നേന്ന് ആഗ്രഹമില്ലേ? ഉമ്മയെ വെക്കുന്ന ആഗ്രഹമുണ്ട്. വേറെ ആരില്ലല്ലോ. അപ്പൊ രണ്ടാളും അമ്മ ആഗ്രഹമുണ്ട്, മൂന്നാൾ. അവ മൂന്നിനെയും കടത്തിപ്പാം. അപ്പൊ അവ മൂന്നിനെയും കടത്തിച്ചാൽ ഇങ്ങനെ ചൊല്ലുക അത് നല്ല പണിയില്ല. താൻ തന്നെ ആളുകളെ നോക്കി കടത്തിച്ച് ഞങ്ങളെ കടത്തി. അപ്പൊ എല്ലാരെയും കടത്തിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ളൊരു സംവിധാനം അവിടെ ആക്കി വെച്ച് ഈ കാബം എടുക്കുന്ന സമയത്ത് എനിച്ചെന്നറിയുക അവളാ കൂടത്തില്ലേ അന്നത്തെ കാലത്ത് എല്ലാ തിന്മയും ഉണ്ട്. മനസ്സിലായ? കള്ളുകൂടി വ്യഭിചാരെങ്കിൽ എല്ലാ നിങ്ങളെയും സമ്പാദിക്കുന്ന നാടാണ്. ഒരു വെണ്ണ റക്ക് വരുവില്ലെങ്കിൽ ഒരു കൊടിഫുരേനെ മുറ്റത്ത് കെട്ടിവിടും. അർത്ഥങ്ങൾ അവിടേക്ക് ഒരാൾ ആവശ്യമുണ്ട്. റക്ക് വരുകയില്ല. അപ്പൊ കൊടി കണ്ടാൽ ആർക്കും പോകില്ല. അത് അവിടുത്തെ സംസ്കാരമാണ്. മനസ്സിലായ? അങ്ങനത്തെ സമ്പാദ്യങ്ങളൊന്നും നമ്മ ഇനിക്കിടുക ശുദ്ധമായത് മാത്രമാണ് ഇതിലൂടെ ചൊല്ലി ആ കൂട്ടിയത് കൊണ്ടവർ പള്ളി ഉണ്ടാക്കിയപ്പോ കാബ ഉണ്ടാക്കിയപ്പോ കുറച്ചിടങ്ങൾക്ക് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞേല്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എടുത്ത ഇങ്ങനെയുള്ള സ്ഥലം അവിടെ ഒഴിവാക്കി ഇട്ടുകൊണ്ടാണ് ഇതാക്കിയത്. ഖുറൈശികളുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിന് ശേഷം തങ്ങ പുതുക്കി പണിയേണ്ട നേരവും തങ്ങൾക്കൊരാശ ഉണ്ടാകും. എന്നെ ഇതിങ്ങനെ തന്നെ ഒന്ന് കാബത്തെ ഉള്ളിലേക്കാക്കി കളയാം. അപ്പൊ തങ്ങ പറഞ്ഞു നാങ്ങ അങ്ങനെ ആക്കിയാലേ ആൾക്കാർ പറഞ്ഞു വിട്ടെങ്കിലും ഈ ആൾക്കാരെ പറച്ചിലും കൊണ്ടില്ല ഒരു പേടി. അപ്പൊ അത് നാങ്ങ അങ്ങനെ തന്നെ വിട്ട് ഇല്ലെങ്കിൽ നാങ്ങ അങ്ങനെ ഉള്ളിലേക്കാക്കുവാൻ ഞാൻ. അപ്പൊ കാബത്തെ ഉള്ള ആരെങ്കിലും കടപ്പാൻ ആശ ഉണ്ടെങ്കിൽ ഇബ്രാഹിം കാമിനെ ഉള്ളിൽ കടന്ന് നിസ്കരിച്ചാലും എവിടെയാണ് കാബത്തെ ഹിജർ ഇസ്മായിലെ ഉള്ളിൽ കടന്ന് നിസ്കരിച്ചാലും കാബത്തെ ഉള്ളിൽ കടന്നു. കാബത്തെ ഉള്ളിൽ പ്രത്യേകിച്ച് കൂലിയില്ല നിസ്കരിച്ചാൽ, പ്രത്യേകിച്ച് കൂലിയൊന്നുമില്ല. അത് കാബത്തെ കടയിൽ നിന്ന് നിസ്കരിച്ച കൂലിയാണ്. അപ്പൊ ഇനി കാബത്തെ ഉള്ളു ദ്വാരക്കൂടും ഇവിടെ കടന്ന് ദ്വാരുന്നാലും അപ്പൊ ഇനി ആശയമുള്ളവർക്കെല്ലാം കടക്കില്ല ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകാറ്. ഫണ്ട് അങ്ങനെ വിടുകയിലാണ് ഈ തിക്കും തിരക്കും കുത്തി. ഇപ്പൊ സമയം പറ്റിയേനെ ഇതിനുള്ള എല്ലാവർക്കും. ഇപ്പൊ ഹജറുൽ അസ്വദ് മൊത്തം ആശം ഉണ്ടെങ്കിൽ കിട്ടുക. അല്ലെങ്കിൽ എല്ലാരും പോയി ഒന്നാം ഇങ്ങനെ നിരുക്കി വെച്ച് കപ്പലക്കടക്ക് ബോട്ടണഞ്ഞ പോലെയാണോ ഇങ്ങനെ ഓക്കത്തിന് അടുത്ത് ഇങ്ങനെ വരും. ഇനി അഥവാ ഒരുത്ത മുങ്ങിയാൽ തന്നെ ആകാശത്തിൽ കാണാം, പിന്നെ പറന്നുകൊണ്ടാണ് അങ്ങേ പോകൽ. ഇങ്ങനെയെല്ലാം ഉള്ള സംഭവമാണ് അവിടെ ഉള്ളത്. അപ്പൊ അള്ളാഹുവിനോട് പ്രത്യേകം മനസ്സിൽ ആശ വെച്ച് നമുക്കാര്യം അവിടെ ഇല്ല. നമുക്ക് പിടിപ്പാൻ ആരുണ്ട്? നമ്മ ഔലിയാക്കൾ അമ്പിയാക്കൾ അതുപോലെ അള്ളാഹുവിന്റെ ഹഫളത്തുകളായ മലക്കുകളുണ്ട്. കൂട്ട മലക്കുകൾ അള്ളാഹു താല പടച്ചുവിട്ടിന് അവൾ ചില നാളുകളെ പണി തന്നെ എന്നറിയുക മോമിനിയങ്ങൾക്ക് വരുന്ന ആഫത്ത് മുസീബത്തിൽ നിന്ന് കാക്കലാണ് അവളുടെ ജോലി. അപ്പൊ ആ കൂട്ടത്തിന് ആരെങ്കിലും തന്നെ നന്നെ വന്നുകൊണ്ട് പോയി ഹജറുൽ അസ്വദ് മുത്തിച്ചെരുക്കിൽ എന്ന് ചൊല്ലിയാൽ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വന്നേക്ക്. മനസ്സിലായ? കിട്ടും. ഇല്ലാതെ അമ്മാ എടുക്കും എടുത്തില്ലെങ്കിൽ അമ്മ ആമേനെ കൂടി ചൊല്ലി ഉസ്താദിനെ സോപ്പിട്ടിറങ്ങണം അങ്ങനെ ഒന്നും ചിലപ്പോൾ കിട്ടാം. ആ കൊണ്ടുപോകാൻ അടക്കം എടുത്തെറിഞ്ഞു കളയും. മനസ്സിലായ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ആശ വെച്ചാൽ സംഗതി എല്ലാം കിട്ടും. മനസ്സിലായ? കിട്ടിയതൊക്കെ നന്നായി ശരിയാ കിട്ടാം. ആശ വെച്ച് കിട്ടിയതെങ്കിലും കൂലി മുത്തിയ കൂലി കിട്ടി. മുത്തി കിട്ടിയാൽ ഇളവത് എക്സ്ട്രായും കിട്ടി. അപ്പോ ശരീരം കാബയുടെ ഇത് പുറത്തു കൂടി ആയിരിക്കണം, മസ്ജിദുൽ ഹറമിൽ കൂടി ആയിരിക്കണം. ഈ പള്ളിയെ പുറത്തെവിടെയുമ്പോൾ ഇതാവാൻ പറ്റും. ഇതാണ് എട്ടാമത്തത്. ഒമ്പതാമത്തത് ഉദ്ദേശം എന്നായിരിക്കണം? ഉദ്ദേശം
തവാഫായിരിക്കണം എന്ന് ചൊല്ലിയാൽ വേറെ ഏതെങ്കിലും ഉദ്ദേശങ്ങൾ അവിടെ ഉണ്ടാകാൻ ഒരു ചോദ്യം ഉണ്ടാവും. അപ്പോഴാണ് അഞ്ചാമത്തെ തവാഫ് കഴിഞ്ഞ നേരം കുഞ്ഞുവിയെ കണ്ടേല്. അപ്പൊ അമ്പുവാ വിചാരിച്ച ഇതിപ്പോ വലിയ സ്വീപ്പായിപ്പോയല്ലോ. അടുത്ത 2 ചുറ്റിനെ ഉള്ളിൽ ഇവ കഴിഞ്ഞ സഫാ മറവയിൽ കയറി കഴിഞ്ഞാൽ നാം വേള എവിടെ നോക്കും? അപ്പൊ ഇയാളെ ചന്ന പണ്ണ എവിടെയോ ഓളെ കാണുമായിരിക്കും. ഇപ്പൊ പോവാൻ കിട്ടിയ സമയം. അപ്പൊ എന്താ ഈ ചുറ്റിലെ ഉദ്ദേശം എവിടായി? 5 ചുറ്റി ശരി, 6ാമത്തെ ചുറ്റ് മുതൽ ഉദ്ദേശം മാറിപ്പോയി. മനസ്സിലായ? ഇല്ലെങ്കിൽ നമ്മ ഒരു സാധനം വീണുപോയി. വീണത് കൊണ്ടാരും ഇടുക. അപ്പൊ നമ്മ ഉദ്ദേശം എന്നാണ്? ആ ഉദ്ദേശം മാറി. അങ്ങനെ ആകാൻ പാടില്ല. മനസ്സിലായ? അതാണ് അതിന് വ്യത്യാസം. അപ്പൊ ഇതിന്റെ തവാഫിന്റെ ഇതെന്നാണ് പറഞ്ഞത്? തവാഫിന്റെ നിബന്ധനകൾ, ഈ വാജിബാത്തുകളിൽ ഏതെങ്കിലും ഒന്ന് നമ്മാക്കേണ്ടി. ഉദാഹരണത്തിന് ഹിജർ ഇസ്മായിൽ ഉണ്ടില്ലയാ, ഹിജർ ഇസ്മായിൽ കാബയിൽപ്പെട്ടതാണ്. ഇത്ര ബന്ധത്തിലാണ് ആന ഒരു ബീം ഇങ്ങനെ ഉണ്ടാകും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ കൈവ ചൊന്തിക്കൊണ്ട് പോകാൻ വലിയ ഹരങ്ങുണ്ടാകും. പിന്നെ കാബ പക്കലേക്ക് എത്തിയ ചില ആൾക്കാർ ഇങ്ങനെ തൊട്ട് മുത്തിക്കൊണ്ട് പോകും. ചില ആൾക്കാർ ഇങ്ങനെ കപ്പിപ്പിടിച്ച് ഇതാവും. ചില ആൾക്കാർ ചൊല്ലും ഞങ്ങൾക്കില്ല ഹജറുൽ അസ്വദിന് പോണ്ടേത്തെ കാര്യമില്ല, താനെയാഞ്ഞ് താൻ പിന്നാനെ കെട്ടിപ്പിടിച്ച് നല്ലവണ്ണം മുത്തിയേച്ചു തന്നെ. വേറെ ആളി അവിടെ മുത്തുണ്ണിയാഞ്ഞ താനെ ആയതുകൊണ്ട്. അപ്പൊ സംഗതി എന്നാണ്, വേറെ ഇപ്പുറത്തേക്ക് വേറെ ഒരു ഇതുണ്ട്, റുക്കുനിൽ അമാനിയുണ്ട് ഇങ്ങനെ മുത്തുന്നിടം തന്നെ. അപ്പൊ അവർക്ക് ഈ ഹജറുൽ അസ്വദ് കാണാതെ ആളെ ഇത് തന്നെയായിരിക്കും ഹജറുൽ അസ്വദ് ഓപിടിച്ച് താനെ എന്നാണ് ഒരു മണിക്കൂറൊക്കിലേക്ക് ഒരു നല്ലവണ്ണം റാഹത്ത് തീർവറ്റ് മുത്തി അവിടെ അത്തരം തേച്ചു വിടും. അപ്പൊ വിചാരിക്കും ഈ ഹജറുൽ അസ്വദാണ് മുത്തിയാന്ന് വിചാരിക്കും. അപ്പൊ അത് തൊടുവാൻ പാടില്ല. നമുക്ക് ഹജറുൽ അസ്വദ് മുത്തൽ സുന്നത്തുണ്ട്. പക്ഷേ ഈ തവാഫുമായി ബന്ധപ്പെട്ട് നമ്മ അവിടെ പോകേണ്ട സമയത്ത് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഫർളാണ്. നമ്മ ശിവമഠ സംഗതി എന്താണ്? 2ാമത്തെ ഫർളായതുകൊണ്ട് ഈ ഫർളിൽ യാതൊരുവിധ ബാത്തിലാകുന്ന സംഗതിയും ഉണ്ടാകുവാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഹജറുൽ അസ്വദ് മുതൽ നിന്ന് ബിസ്മില്ലാഹി തവക്കൽ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കാതെ, തിരിഞ്ഞു നിന്നതിന് അടുത്തോ മുന്തിയാൻ തെറിപ്പിക്കും. അപ്പൊ ഇങ്ങനെ നിന്നുകൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹു ഖുർആൻ ചൊല്ലി തൊട്ട് ഇങ്ങനെ മുത്തിക്കൊണ്ട് ഓരോ ചുറ്റിലും ഇവിടെ വന്ന് എത്തുന്ന സമയത്ത് ഇങ്ങനെ ചുറ്റിലാണ് ഇനാഫറും. അങ്ങനെ 7 ചുറ്റ് പൂർത്തിയായി കഴിഞ്ഞാൽ ഹിജർ ഇസ്മായിലിന്റെ ബയ്യിൽ നിന്നുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. എന്താണ് ഇതെന്ത് നിസ്കാരമാണ്? ഇബ്രാഹിം മഖാമിന്റെ ബയ്യിൽ നിന്ന് നിസ്കരിക്കുന്ന നിസ്കാരത്തെ പേര് തവാഫിന്റെ സുന്നത്ത് നിസ്കാരം. തവാഫ് പൂർത്തിയായതിനു ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ സംസം കിടന്ന കടയിൽ പോയി തണ്ണി വലിച്ചു കുടിപ്പോളൂ. പണ്ടങ്ങനെ വലിച്ചു കുടിക്കുന്നതാണ്. ഇപ്പൊ അത് തൂർത്ത് എന്ത് ചെയ്യുക? നിങ്ങ വലിക്ക. ഇപ്പൊ അമ്മാപ്പുരയിൽ തന്നെ അമ്മാവ ചൊല്ലണ്ടേ പണ്ടങ്ങ തണ്ണി വലിച്ചല്ലേ? ഇപ്പൊ ആരും തണ്ണി വലിക്കില്ല. സ്വിച്ച് ഇട്ടിങ്ങൊക്കെ വച്ചിനെ പൈപ്പ് തിരിക്കലാണ് ഇപ്പോഴത്തെ പണി. അപ്പണം നമുക്ക് ചൊല്ലുകയില്ല തണ്ണി വലിച്ചു കുടിച്ചെന്ന് ചൊല്ലിയാൽ ആനന്റെ വലിക്കണ്ടേ പുറത്തേക്ക് വലിച്ചു തരാൻ അതവ കുടിച്ചെന്നാണ് അതിനർത്ഥം. അല്ല മറ്റേളം വലിച്ചെന്നില്ല. അപ്പൊ സംസങ്ങൾ കാണാൻ കിട്ടുക നേരത്തെ ഞാൻ പോകുന്ന സമയത്തും കാണാൻ കിട്ടി. ഇപ്പൊ ഫുൾ ക്ലോസ് ചെയ്ത്. അപ്പോ സംസം വെള്ളം കുടിക്കുക അത് സുന്നത്താണ്. അത് രണ്ടെങ്കിൽ ഇങ്ങനെ അനുബന്ധമായിട്ട് തവാഫ് കഴിഞ്ഞിട്ടാണ് അടുത്തേക്ക് കൊണ്ട് സംസം കുടിക്കുന്ന സമയത്ത് നല്ല റാഹത്തായിട്ട് വേറെ നിറയെ കുടിക്കുന്നു. സംസം വെള്ളത്തിന്റെ പ്രത്യേകത എന്താണ്? ലിമാ ശുരിബലഹു, ഏത് ഉദ്ദേശത്തിലാണ് സംസം തന്നെ കുടിക്കേണ്ടത് ആ ഉദ്ദേശം പൂർത്തിയാക്കും. സമയം തരാം തരല്ല. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് നമുക്ക് തീരുമോ? അപ്പൊ അത് കഴിഞ്ഞാല് ഇത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് തവാഫിലേക്ക് വരിക. നവൈത്തു തവാഫൽ ഉംറ എല്ലാവരും ചൊല്ലി. നവൈത്തു തവാഫൽ ഉംറത്തി സബഅത്ത് അശ്വാത്തിൻ ലില്ലാഹി തആല ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. മുഹമ്മദ് ഭാഗ്യ ഭാഗ്യ പറഞ്ഞ വൈദിക്ക് വാ. അപ്പൊ പിന്നെ നമുക്ക് ദ്വാരൊക്കെ ഉണ്ടായ ഇന പ്രത്യേകമായ ദ്വാകൾ മനാസിരിക്ക് നിങ്ങൾ കണ്ടിരിക്കും. 1 മുതൽ 1 വരെ ഹജറുൽ അസ്വദ് മുതൽ ബായിൽ വരേക്കും 1, ബായിൽ മുതൽ അടുത്ത കോൺ വരെ 1, അടുത്ത മുതൽ ഇങ്ങനെ ഓരോ വ്യത്യാസമായ മനാസിക്കിലൊക്കെ കാണാം. അത് പിടിയുള്ളവർക്ക് ചൊല്ലുകയില്ല. നമ്മെ പോലെയുള്ള സാധാരണക്കാരാൾക്ക് പ്രത്യേകമായി ചൊല്ലേണ്ടിയുള്ള പ്രത്യേകമായി നമുക്ക് അറിയുന്ന ഒരു ദ്വാ നമുക്ക് ദ്വാരക്കിലാം. നമുക്ക് മലയാളത്തിൽ ദ്വാരക്കിലാം, എന്തും ദ്വാരക്കിലാം. തവാഫിൽ ദ്വാരക്ക് ജാപത്തിലാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ ചെയ്യേണ്ട മട്ടം അമ്മ ചൊല്ലിക്കൊള്ളാൻ ഞാൻ ചൊല്ലിത്തരും. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന
അദാബന്നാർ. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. അപ്പൊ ഇതുപോലെ 7 പ്രാവശ്യം എന്ത് ചെയ്തു നമ്മൾ തവാഫ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ഇബ്രാഹിം മക്കാമിന്റെ പിന്നിൽ തിരക്കുണ്ടെങ്കിൽ ജബൽ വിട്ട് പള്ളിയിലേക്ക് വേണ്ട എവിടെ ആയാലും കുഴപ്പമൊന്നുമില്ല. പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു. പിന്നെ അതിനുശേഷം സംസം തണ്ണി കുടിച്ച ശേഷം ഏകദേശം പിന്നെ അടുത്ത ഫർള് ഏതാണ്? അപ്പൊ ഒന്നാമത്തത് ഇഹ്റാമ്, തവാഫ്, മൂന്നാമത്തത് സഅയിന് വേണ്ടി പോകാൻ 2 പണിയെടുത്ത സുന്നത്താണ്. അത് കഴിഞ്ഞാൽ ഇങ്ങനെ പച്ച ബ്ലാക്ക് കാണും. അതിന്റെ നേരെ നേർക്കുന്നത് പോകേണ്ടത് ഇതാണ് സഫാക്കുന്ന്. മറവാക്കുന്ന അമ്പവമുള്ള സ്ഥലമാണ്. മനസ്സിലായ? സഫറിനാണ് തുടങ്ങേണ്ടത്. ഇതിനും നിബന്ധനകളുണ്ട്. സഫയിൽ നിന്ന് തുടങ്ങി മറവയിലേക്കുള്ള 7 നടത്തത്താണ് എന്നെന്ന് ചൊല്ലേണ്ടത് സഅയി എന്ന് ചൊല്ലണം. അപ്പൊ സഅയി എന്ന് ചൊല്ലിയാൽ എന്നെ സഫാക്കുന്നിനെ സഫാദും മറവാനും നടക്കുന്നതിനെയാണ് എന്നെ കൊണ്ട് സഅയി എന്ന് പറയുന്നത്. സഫാക്കുന്നിന്റെ ഇടയിൽ തവാഫിന്റെ സുന്നത്ത് പറഞ്ഞാ ഇല്ല, തവാഫിന്റെ സുന്നത്ത് പറഞ്ഞില്ല. ഇതിപ്പോ നമ്മ തവാഫിന്റെ വാജിബാത്താണ് പറഞ്ഞത്. അതിനാൽ ഇത് നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഈ തവാഫിന്റെ സുന്നത്തുകൾ എന്നാണെന്ന് കേട്ടാൽ നടന്നുകൊണ്ട് ചുറ്റുക. ഇപ്പൊ വണ്ടിയെല്ലാം ഇങ്ങനെ ചിലപ്പോ വരും. ചിലയിടത്ത് വണ്ടിയുണ്ട്, ഉന്തുവണ്ടിയുണ്ട്. അത് ആവതുള്ള ആൾക്കാർ അത് ഉപയോഗിക്കാതെ അങ്ങനെ ചെയ്യാനും ചുറ്റും ശരിയാവും. എന്ത് ചെയ്യാം? തടന്നുകൊണ്ടാണ് ചുറ്റേണ്ടത് സുന്നത്ത്. പിന്നെ ഇൽത്തിബായ രൂപം സ്വീകരിക്കണം എന്ന് ചൊല്ലിയാൽ പൂനൂൽ വേഷം ധരിക്കുക. പൂനൂൽ വേഷം എന്ന് ചൊല്ലിയാല് എങ്ങനെയാണ് പൂനൂൽ വേഷം? വലത് ചുമലിന് താഴെ, ഇടത് ചുമലിന്റെ മേലെ. വലത് ചുമലേതാ? ഇതില്ല, ഇടത് ചുമലിന്റെ മേലെ. മേലെ കൂടി ഇങ്ങനെ ഇതിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടുള്ള നടത്തം. ഇത് നടത്തണം. ഇതിനാണ് ഇൽത്തിബാ എന്ന് പറയുന്നത്. ഇൽത്തിബാ നമുക്കിപ്പോ പിടിയില്ല. അങ്ങ് പൂനൂൽ വേഷം ധരിക്കുക എന്നാ. ഈ പൂനൂൽ വേഷം എന്നുള്ളത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ധരിച്ചൊരു രൂപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വേഷത്തിലാണ് ഈ മക്കാ ഫതഹിന്റെ ദിവസത്തിൽ ഇവരെ കൊണ്ടുവന്നെ നടത്തിച്ചത്. അപ്പൊ ഇങ്ങനെ വേഷം കണ്ടപ്പോ ആൾക്കാർ നോക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് പരേഡും കൂടി ചെയ്യാൻ അവരോട് പറഞ്ഞു. അതാണ് റംല് നടത്തം. പ്രത്യേകമായപ്പോ ഇങ്ങനെ നോക്കിയപ്പോ തങ്ങളാണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധതന്ത്രജ്ഞൻ. ആക്ഷൻ എന്ന് മാറ്റിക്കൊടുത്തപ്പോ എല്ലാരും ലബ്ബൈക് എന്നാണ് അവർ ഇങ്ങനെ ആയത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ. ഒരു പ്രത്യേകമായ ശൈലിയിലുള്ളൊരു നടത്തം നടന്നാണ് റംല് നടത്തുന്നത്. 3 ചുറ്റില് അതും സുന്നത്താണ്. റംല് നടത്തം നടക്കലും അതുപോലെ തന്നെ ഇൽത്തിബായ രൂപം ധരിക്കലും പൂനൂൽ വേഷം ധരിക്കല്. ഇത് ആദ്യത്തെ 3 ചുറ്റിലാണുള്ളത്. കേട്ടിയോ? പിന്നെ ഹജറുൽ അസ്വദ് മുതൽ തുടങ്ങണം. അപ്പൊ ഹജറുൽ അസ്വദിനെ മുന്നേ തുടങ്ങിയാലും ശരിയാകും. മനസ്സിലായ? അല്ല, ഹജറുൽ അസ്വദ് തൊട്ടുമുത്തൽ തുടങ്ങേണ്ട ആ നിബന്ധനകൾപ്പെട്ടത് തൊട്ടുമുത്തൽ സുന്നത്താണ്. സുന്നത്ത് നടക്കാം. തൊടുവാൻ പോയ കടയിൽ അണയുവാൻ പെടാല്ലോ, പിന്നെയല്ലേ തൊടുവാം. അണഞ്ഞു കിട്ടാ പിന്നെയല്ലേ തൊടുവാം. അപ്പൊ അവിടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ദൂരത്തേക്ക് എന്താണ് അത് ആക്ഷനിലൂടെ കൊണ്ടുപോവുക. സാന്ദർഭികമായ ദിക്ർ ചൊല്ലണം. കഴിവെന്നുണ്ടെങ്കിൽ സാന്ദർഭികമായ ദിക്ർ. തവാഫുകളുടെ ഇടയിൽ വിട്ടുപിരിക്കാതിരിക്കൽ സുന്നത്താണ്. എന്നുവെച്ചാല് ചുറ്റുന്ന നേരം ഒറ്റ ചുറ്റൽ. ഉദാഹരണത്തിന് ഒരാൾക്ക് 5 തവാഫ് ശേഷം വുളു മുറിഞ്ഞ് ഇനി തുറന്നു പോകാൻ പറ്റാം. അപ്പൊ അയാൾ എന്ത് ചെയ്യണം? വുളു എടുത്തോണ്ട് വരണം. വുളു എടുത്തോണ്ട് വന്ന് വീണ്ടും ചുറ്റുന്ന നേരം ഇനി 2 ചുറ്റിയാൽ മതിയാകും. 5 തീന് പോലെയാ, ഇനി 2 ചുറ്റിയാൽ മതി. പക്ഷെ സുന്നത്തായ രൂപം എങ്ങനെയാണ്? 2 ചുറ്റി 5 ചുറ്റലാണ് സുന്നത്തായ രൂപം. തവാഫുകൾക്കിടയിൽ വിട്ടുപിരിയാതിരിക്കല്. പിന്നെ ഭക്തി ഉണ്ടാകാം, വിനയം, ഭക്തി. ഇപ്പൊ നമുക്കറിയും, പ്രത്യേകിച്ച് ഏത് നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മ കൈയൊന്ന് ഉയർത്തി പിടിക്കും. എല്ലാരും കല്ലെടുവാൻ പിടിക്കണ്ട. ഇതൊന്നും ആൾക്കാരെല്ലാം റബ്ബന ആതിന. ശ്രദ്ധ എവിടെയാണ്? അതും വീഡിയോ കോളാണ് വിളിച്ച് കാട്ടേണ്ടത്. പഴയ സമാനം ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീണങ്ങോട്ട് കയറി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് ആൾക്കാർ വരിക. അപ്പൊ അതുവരെയൊക്കെ നമ്മ അവിടെ പോയി കഴിഞ്ഞാൽ ഈ ഫോണിന്റെ പരിപാടിയോ അതൊരു ക്ലേശമാണ്.
ആരാണ് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്? വാട്സപ്പിൽ എന്തെങ്കിലും നവാട്ടാൽ അതെങ്കിൽ ലൈക്ക് കിട്ടിയ എത്ര ആളെ നോക്കി, ഇതെല്ലാം ഒരു ക്ലേശങ്ങളാണ്. അപ്പൊ അതിലുള്ള ആൾക്കാർ എപ്പോഴും കാണാൻ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പൊ അതൊന്നും അവിടെ പോയി ഉണ്ടാക്കാൻ പാടില്ല. നമ്മ മനസ്സ് മുഴുവനും ഇവിടെ അള്ളാഹുവിലാണ്. ഓനാക്കടെ സ്വീകാര്യം കിട്ടുമോ അത് നമ്മൾ നോക്കിയാൽ മതി. അവിടെ പാസ് മാർക്ക് എടുക്കുക. അപ്പൊ ഇതിലേക്ക് ഭക്തി ഉണ്ടാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നിശ്ചയം നമ്മ ഫോട്ടോ കാര്യങ്ങളോ ലോകമാന്യൊന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല. പൂർത്തിയായാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അത് സുന്നത്താണ്, കേട്ടിയാ. അപ്പോൾ തവാഫിന്റെ സുന്നത്ത് നിസ്കാരത്തിന്റെ നിയത്ത് ഉസല്ലി സുന്നത്ത് തവാഫ് റക്അത്തൈനി ലില്ലാഹി തആല. ഉസല്ലി സുന്നത്ത് തവാഫ് റക്അത്തൈനി ലില്ലാഹി തആല. അത് കഴിഞ്ഞ് സംസം വെള്ളം കുടിച്ചു സയ്യിന് വേണ്ടി കയറാണ്. അങ്ങനെ സയ്യിന് വേണ്ടി കയറിയപ്പോ മുഹമ്മദ് അല്ലാഹുമ്മ ഇന്നി ഇങ്ങനെ ചൊല്ലിയില്ലേ, അല്ലാഹുമ്മ ഇന്നി നവൈതു അൻ അസ്ആ മാ ബൈന സഫാ വൽ മർവത്തി സബഅത അശ്വാത്തിൻ സയ്യൽ ഉംറത്തി സബഅത അശ്വാത്തിൻ ലില്ലാഹി തആല ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ. ഒക്കെ ഇവിടെ അടുത്തടുത്തെത്തി. ഇതെവിടെയാ? മർവയിലാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. 2ആയി. ഇനിയിപ്പോ 7ാമത്തെ എവിടെ എത്തും? കഴിഞ്ഞു. ഇതില് പ്രത്യേകമായി സുന്നത്താവേണ്ട സംഗതി, അതിനായിട്ട് ഒരു പച്ച തൂണുണ്ട്. 2 പച്ച തൂണ്. അതിന്റെ ചരിത്രം നിങ്ങൾക്കറിയും. മഹാനായ മഹദിയായ ഹാജറ ബീബി റളിയല്ലാഹു തആല ചൊല്ലിയ പടച്ചോൻ ചൊല്ലിയതെങ്കിൽ പോയിക്കോ, ഇവിടെ നോ പ്രോബ്ലം എന്ന് ചൊല്ലി ആ ഹാജറ ബീബി 7 വട്ടങ്ങാണ് ഇതിനാടെ കുന്നിലുമേൽ ഓടിക്കേറിയത്. അവസാനം ആ വേദാറത്തിന്റെ സമയത്ത് അവളുടെ ഇടയിൽ ഓട് പോയി പാഞ്ഞു നടക്കുകയും ചെയ്ത സ്ഥലം ആയതുകൊണ്ട് ആണ് ഓർമ്മക്കാണ് അവിടെ ഓടുണ്ട്. സൈന നിബന്ധനകൾ സഫാ മർവന്റെ ഇടയിലുള്ള മുഴുവൻ സ്ഥലവും നടക്കണം. സഫാ മുതൽ തുടങ്ങണം. 7 വട്ടം പൂർത്തിയാവണം. നാലാമത്തത് സഹീഹായ തവാഫിന് ശേഷം ആയിരിക്കണം എന്ന് ചൊല്ലിയാല് നമുക്കൊരു ആശ എന്നെ ഹാജറാവി ഓടിയിടങ്ങില്ല. എല്ലാരും തവാഫും കൊണ്ടത്തേക്ക് എപ്പോഴെങ്കിൽ ഇവിടെ തിരക്ക് കാണുന്നുണ്ട്. അപ്പൊ നമ്മ തവാഫ് ചെയ്യണം, നമ്മ സൈ മാത്രം ചെയ്യുക. അങ്ങനെ അമ്പുവായും കുഞ്ഞുവീം വന്നു പോയി എല്ലാ സമയത്തും ഈനാടുകളാണ് നമ്മൾ ഇവിടെ തീരെ തിരക്കില്ല. അപ്പൊ അങ്ങനെയില്ല, ഇന്ന് 10 സൈ ചെയ്ത് ഞങ്ങൾക്കല്ല ഒരു തവാഫ് കണിഞ്ഞാൽ വെക്കാതെ തന്നെ അള്ളാഹ് ചൊല്ലി പൂർത്തിയാക്കി. അങ്ങനെ ചെയ്യില്ലാമാ? എന്തുകൊണ്ട്? ഈ സൈ ചെയ്യേണ്ടത് സഹിഹായ തവാഫിന് ശേഷമാണെന്ന് ചൊല്ലിയാല് ഹജ്ജുമായിട്ടോ ഉംറയുമായി ബന്ധപ്പെട്ട മാത്രമാണ് എനിക്ക് ചെയ്യാനുള്ളത്, സൈ ചെയ്യാനുള്ളത്. സൈ ചെയ്യാവണമെങ്കിൽ സഹിഹായ തവാഫിന് ശേഷമാണ് സഫാ മർവന്റെ ഇടയിൽ ഈ ഓട്ടമുള്ളതെന്ന്. അത് കഴിഞ്ഞാല് സൈന നിബന്ധനകൾ പറഞ്ഞു. സുന്നത്ത് എന്നാണ് കേട്ടാ, നീയത്തുണ്ടാവണം. നീയത്ത് വെച്ചില്ല. പിന്നെ തവാഫിന്റെ ഉടനെ ആയിരിക്കും എന്ന് ചൊല്ലിയാല് തവാഫ് കഴിഞ്ഞത്തേക്ക് തന്നെ ക്ഷീണമായി കുഞ്ഞിവാ ചൊല്ലേണ്ടത് എന്നെ കൊണ്ട് ഇപ്പൊ ആകാം, ഫയിച്ചു പോവാ, നോട്ടിൽ പോയി വരുള്ളൂ. ശരി, പോണ്ടത് കൊണ്ട് വിരോധമില്ല. വിരോധം ഇല്ലാത്ത ആൾക്കാരുണ്ടില്ല, ഞങ്ങൾക്ക് ഫയിച്ചല്ലേ എന്നുള്ളത്. അപ്പൊ കണ്ടിന്യൂ ചെയ്ത് പോകൽ തന്നെയാണ് നല്ലത്. അയാൾ നേരെ എസ്കോട്ടും പോയി ചോറുമ്പാട്ടിച്ച് വന്നോളിട്ട്. അങ്ങനെ ഉണ്ട് ചില ആളുകൾ. ഒക്കരം പോണ്ട നേരം ഒരുത്തകം ഉത്തരം മുട്ടിയാൽ എല്ലാവർക്കും ഉത്തരം മുട്ടും, ഒരുത്തകം ചൊറോടാൻ മുട്ടിയാൽ എല്ലാവർക്കും ചൊറുവാൻ മുട്ടും. അങ്ങനെ അപ്പോ ഒരേ മൈൻഡിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്ടാണ് അങ്ങനെ ആകണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കും. ഉദാഹരണത്തിന് മക്കൾക്ക് മുത്തരം മുട്ട, ഒരാൾക്ക് മുത്തരം മുട്ട, എല്ലാവർക്കും മുത്തരം മുട്ടും. എങ്ങനെയാണ്? ഒരേ മൈൻഡാണ്. അങ്ങനെ ആ ചെറു സമയത്ത് അങ്ങനെ സംഭവിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഉടനെയാകൽ സുന്നത്താണ്. ഇനി വിശ്രമിച്ചേച്ച് തവാഫ് കഴിഞ്ഞ് പോയി ഇല്ലെങ്കിൽ റൂമിനൊന്ന് പോയിട്ട് വരണം, അങ്ങനെ കള്ളാലാലത്ത് ഇങ്ങനെ ഉള്ളച്ച് ക്ഷീണം കൊണ്ടൊന്ന് കിടന്ന് ഇറങ്ങിപ്പോവുക. വയ്യ പിന്നെ സൈ ചെയ്താലും ശരിയാവും. മനസ്സിലായ? പക്ഷെ സൈയും കഴിഞ്ഞ് അടുത്ത മുടി മുറിക്കലോട് കൂടി മാത്രമേ തഹല്ലുലാവുകയുള്ളൂ, ഇന്ന് വൈവാകുകയുള്ളൂ. തവാഫ് കഴിഞ്ഞത്തേക്ക് മേം കുളഞ്ഞ് ഓന് പോവും. പിന്നെ വന്നേലെ ഓൻ പിറ്റിയാന്നാണോ മോന കുളച്ചത് തീനത്. അപ്പപ്പോ ചെയ്താൽ മതി. മനസ്സിലായ? ആദ്യം തന്നെ നാം വിചാരിക്കാം ഇനി തവാഫും ചെയ്ത് പിന്നെ ഇതിനാടുകളെ അങ്ങനെ വിചാരിക്കൊണ്ട് എല്ലാറ്റിനും അള്ളാഹു തആല അദ്ദീനു യുസ്റുൻ, എളുപ്പങ്ങാണ്, എല്ലാം എളുപ്പങ്ങാണ്.
അപ്പൊ ഈ ചൊല്ലിയില്ലേ ഉളു മുറിയണ്ടവനെങ്കിലും ഒന്ന് ചുറ്റി വെച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ സാരെങ്കില്ല ബാക്കി എടുത്തോണ്ട് തന്നെ ചെയ്യണം, ബാക്കി 6 ചുറ്റിയാൽ മതി. അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട്. പിന്നെ ഔറത്ത് വെളിവാകാതിരിക്കുക, ഉളു ഉണ്ടായിരിക്കണം. ഉളു ഉണ്ടാകൽ നിർബന്ധമില്ല, തവാഫില് സുന്നത്താണ്. തവാഫ് ഉളു ഏതിൽ നിർബന്ധമാണ്? തവാഫിൽ നിർബന്ധമാണ്. പിന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കുവാൻ പാടില്ല. അത് നല്ലവണ്ണം ഉണ്ടാകും അവിടെ. മനസ്സിലായ? കാബത്തെ കടയ്ക്ക് അടഞ്ഞുകൊണ്ട് ആണിക തവാഫ് ചെയ്യണം, പെണ്ണിക അകന്നുകൊണ്ട് തവാഫ് ചെയ്യണം. പിന്നെ നടന്നുകൊണ്ട് കഴിവുള്ളവർ നടക്കുക സഭാമർമ്മന്റെ ഇടയിലും. അപ്പൊ അത്രയും കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. പിന്നെ പറയാനുള്ള എന്നെ മുടി മുറിക്കുക. ഇപ്പൊ എത്രയായി? 9 ആകെ 4 പറന്നില്ലേ ഉള്ളത്? 4 ആയില്ലേലോ? 3 ഇപ്പൊ കഴിഞ്ഞത്. അത് കഴിഞ്ഞാൽ 4ാമത്തെ പറന്ന് മുടി മുറിക്കലാണ്. 1 ഇഹ്റാം, 2 തവാഫ്, 3ാമത്തെ സൈ കഴിഞ്ഞാൽ മുടി മുറിക്കണം. ആണുകളാണെങ്കിൽ വടിക്കൽ സുന്നത്താണ്, പെണ്ണുകളാണെങ്കിൽ എന്താക്കിയാൽ മതി, മുടീനെ കീഴുണ്ട് ഒരു കുറഞ്ഞ ഭാഗം വിരൽ വെച്ച് അതിനകത്ത് ഉന്നം വെട്ടിയിട്ടാൽ മതി. അപ്പൊ ചില ആളുകൾ തന്നെ പെട്ടെന്ന് കഴിഞ്ഞ പാട് ആനാ മേലേക്ക് തന്നെ ചെയ്യും, അവിടെ തന്നെ ആണിക വെട്ടേണ്ട കാണും. ചില പെണ്ണുകളങ്ങ് അക്കൂട്ട് തവളാകം പൊന്നിച്ചതായി തന്നെ ചെയ്യും, മറ്റേ അവളം വെട്ടിനാണ്. അങ്ങനെ ആകുവാൻ പാടില്ല. അത് ആരെങ്കിലും വിവരമില്ലാത്ത നമ്മ എവിടെ ചെയ്താൽ മതി? അമ്മ പുരയിൽ പോയി ഈ മുടിവെട്ടലോട് കൂടെ അമ്മ സഹല്ലുല എന്ന് ചൊല്ലിയാൽ ഇനി അമ്മ കത്തർ തേക്കില്ല, കുപ്പാങ് ഇടുകില്ല, ഫാൻസ് ഇടുകില്ല, വീടമ്മ ഉണ്ടെങ്കിൽ അവളെ കൂടെ ഒന്ന് ചുറ്റുവാൻ പോകില്ല. എല്ലാം അനുവദനീയമാണ്. മനസ്സിലായ? അപ്പൊ എഹ്റാമിൽ നിന്ന് ഇത്രയും കാര്യങ്ങളാണ് ഉംറയുമായി നമുക്ക് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൊണ്ട്, അതെന്താ? ഇത് കഴിഞ്ഞ ഫോണിന്റെ നേരം അമ്മ ഹജ്ജിന്റെ വാജിബാത്ത് 2 ചൊല്ലിയില്ല. 1 ചെയ്യണം മീക്കാത്തിന്റെ മാണ്ട നേരം മീക്കാത്തിന്റെ തന്നെ ഇഹ്റാം പറ്റുണ്ട്. 2ാമത്തത് ഹുവാ മുന്നേ തവാഫുൽ വിദാ ചെയ്യോണ്ടും. മനസ്സിലായ? മക്ക വിട്ട് പോകണ്ടേ മുന്നേ തവാഫുൽ വിദാ ചെയ്തുകൊണ്ടാണ് പോകേണ്ടത്. പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മദീന സന്ദർശകം. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ ആരെങ്കിലും എന്റെ മരണശേഷം എന്നെ വന്ന് സിയാറത്ത് ചെയ്താൽ കന്നമാ സാറനി ഫി ഹയാത്തി, ഹയാത്ത് കാലത്ത് തന്നെ മഞ്ഞ് കണ്ടത് പോലെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നാമ മക്കത്ത് പോയി, ആ മക്കത്ത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇന്ന് കാണാനുള്ള ഭാഗ്യം ഉണ്ടായെങ്കിൽ എത്ര ആൾക്കാർ പോകും? എങ്ങനെയെങ്കിലും പോകാനാ, നിരങ്ങിങ് പോകാനാ എന്നതുപോലെ ഇന്നും നമ്മ പോയി കഴിഞ്ഞാൽ ആ സവിധത്തിലെത്തിയാൽ നിങ്ങൾ ബേജാറാവണ്ട. അന്ന് അവർക്ക് കൊടുത്ത അതേ ഇതന്നെ നിങ്ങൾക്ക് എന്തെന്നാൽ എന്താണ് നിങ്ങൾക്കുള്ള ഓഫർ? കൂലി എന്താ? വജബത്തിലെ ഹു ഷഫാത്തി, നന്ന ഷഫാത്ത് നിങ്ങൾക്ക് കിട്ടും. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഷഫാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് 2 ഷഫാത്തുണ്ട്. ഒന്ന് ഷഫാത്തുൽ ഉളമ. ഷഫാത്തുൽ ഉളമ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അത് കാഫറോ മുസ്ലിമോ ആരെയും നോക്കിയില്ല, എല്ലാവരെയും രക്ഷപ്പെട്ടു. അത് മഹ്ശറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ള പവറാണ്. മഹ്ശറ സഭയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയത്ത് അവിടെ ആൾക്കാർ പറയും, അല്ല ഇപ്പൊ കുറെ നേരം ആയല്ലോ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് ഇവിടെ കേസ് ഒന്നും എടുപ്പിക്കുമോ? ഇവിടാണ്ട് ഈ ചുട്ട വെയിലത്തവൻ നിൽക്കേണ്ടിടത്തിന്റെ ഈ എന്താണ് വേർപ്പിൽ മുങ്ങി എടുക്കേണ്ടിടത്ത് നമ്മ ഹിസാബ് എടുത്ത ഒന്നുകിൽ തീരുമാനം സ്വർഗമോ നരകമോ, അവിടെ പോയി നമുക്ക് സുഖത്ത് കിടക്കില്ല. ഇവിടെ ഒന്ന് രക്ഷപ്പെടണം. അതുകൊണ്ട് നമ്മ ഈ കേസ് പറയാം ആദൻ നബിയെ കരയ്ക്ക് പോവാം. ആദൻ നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് ആദൻ നബി മക്കളെ അപ്പാ തന്നെ ഇപ്പൊ സംഗതി കേസിലാണോ ഉള്ളത്? അതുകൊണ്ട് നിങ്ങൾ അടുത്ത ആളടുത്തേക്ക് പോകണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം, മൂസാ നബി, ഈസാ നബി, അങ്ങനെ അവസാനം സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് വരുമ്പോ നാൻ തന്നെയാണ് അഹ്ലുൻ, നാൻ തന്നെയാണ് നിങ്ങൾക്ക് ഷഫാത്ത് ചെയ്യുന്നതെന്ന് ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യും? ഷഫാത്ത് ചെയ്യും. എന്നെ വേണ്ടിയിട്ട് ഇനി തൂക്കത്തേക്ക് എല്ലാവരും എടുത്ത് വച്ച് തീർപ്പ് കൽപ്പിക്കാനുള്ള തീരുമാനങ്ങളാണ്. പിന്നെ തൂക്കത്തേക്കാണ് പോക്ക്. ആ തൂക്കത്തെ കടയിൽ പോകേണ്ട സമയത്ത് നമ്മ വിചാരിക്കും നമ്മ വളരെ നിസ്സാരമായി കളഞ്ഞ സംഗതി ഉണ്ടാവും. അതുപോലും തൂക്കത്തിൽ വലിയ സംഗതിയാണ്. നമ്മ ഇപ്പൊ നിസ്സാരമാക്കിയ സംഗതിക്കാകുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തൂക്കത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് പറയണ്ട. ഒരാള് മീസാനിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അയാളെ തൂക്കത്തിൽ വെച്ച് തൂക്കം തൂക്കിയപ്പോ ഇയാളെ നേരെ നേർക്കാണുള്ളത്. മേനാതെ മുന്തുവേങ്കില്ല, പണിവേങ്കില്ല. പക്ഷേ ആ സമയത്ത് ചെറിയ ഒരു പൊതി ഇയാളെ തൂക്കത്തേക്ക് വെച്ച്, അപ്പൊ ഇയാൾ പാസ് സക്സസ് ആയി.
അയാൾക്ക് സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കിട്ടി. ഈ ടിക്കറ്റിന് വേണ്ടിക്കൊണ്ട് ഇയാൾ കേൾക്കുന്നത് പഠിച്ചോനെ ഈ ബച്ച സംഗതിയാണ് നാക്ക് അറിയേണ്ടത്. ഞാൻ ഇപ്പൊ ഈ പട്ടണത്തിന്റെ രക്ഷപ്പെട്ടേലിയാ. അപ്പൊ അള്ളാഹു താല അയാളോട് പറഞ്ഞു, ഇത് നീ മയ്യത്ത് വയ്പ്പാൻ പോടത്തിന്റെ ഹവിറ്റേക്ക് കൊട്ടി മണ്ണിട്ടേലിയാ മണ്ണാണ്ടോ നീ. മനസ്സിലായ? അപ്പോ അത്തരം സമയത്ത് വേണ്ടതേരം നെല്ലവണ്ണം കൈ നിറച്ചും ഭാര്യ അന്വേഷിച്ചുകൊണ്ട് ഈ മയ്യത്തിനെ ചുമക്കലും അതുപോലെ തന്നെ മയ്യത്തിനെ സ്കരിക്കലും അതുപോലെ തന്നെ അന്വേഷിക്കലും ഈ മണ്ണ് വാരിയിടങ്ങളും ചില ആളേക്കില്ല നമുക്കെല്ലാം വേണ്ടപ്പെട്ട സംഗതിയാണ്. വേറെ ഒരുത്തം കിട്ടവൺ നമ്മ ഇതിലേക്ക് വരാം. മനസ്സിലായി? മീസാൻ വന്നെ നമുക്ക് അവിടെ വരേക്കും നമ്മ വിചാരിയായ സംഗതികളൊക്കെ വരും. അപ്പൊ അങ്ങനെ അവിടെ ഷഫാത്തുള്ളവയാണ് പേപ്പർ. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു താല പറഞ്ഞു, നബിയുടെ പ്രത്യേകമായ ഷഫാത്ത് എന്താണെന്ന് കേട്ടാൽ, ആ ഷഫാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു താല പറഞ്ഞു, വലസൗഫ യുഅ്തീക റബ്ബുക ഫതറല്ലാ, തങ്ങൾക്ക് നാം തരും. എത്ര വരെ തരും? തങ്ങ ചെടിപ്പോറ്റും തരും. ആക്ക് മതിയെന്ന് ചൊല്ലാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ അറല്ലാ, അങ്ങനെ ചെടിക്കണ്ടോ ഇല്ല നാം ഹത്താ അകൂന വാഹിദൻ മിൻ ഉമ്മത്തി ഫിന്നാർ, അന്നാ ഉമ്മത്തിൽപ്പെട്ട ഒരുത്ത നരകത്തെ ബാക്കിയുള്ള സമയത്തോളം നാം വെറുതെയാകാം. അപ്പൊ അള്ളാഹു താല പറഞ്ഞു, വലസൗഫ യുഅ്തീക റബ്ബുക ഫതറല്ലാ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ചെടിപ്പോറ്റും തരും എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തക്ബീർ ചൊല്ലി അല്ലാഹു അക്ബർ, സന്തോഷം കൊണ്ട്. വലില്ലാഹിൽ ഹംദ്. അതുകൊണ്ടാണ് ഈ അല്ലാഹുമദുകളെ കൊണ്ട് ഒരു സൂറത്തോടെ ചൊല്ലുവല്ലേ തക്ബീർ. അതിന് സുന്നത്തുണ്ട്, നബി തങ്ങൾ പറഞ്ഞതാണ് അവിടെ. അപ്പോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്ത് നമുക്ക് കിട്ടും. അള്ളാഹു താല ഉൾപ്പെടുത്തുകയാണ്. എവിടെ എത്തിയാൽ? മദീനയിലെത്തിയാൽ അള്ളാഹു താല നമ്മുടെ സലാത്ത് സലാമൊക്കെ ചൊല്ലി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിയാറത്ത്, അതൊക്കെ പിന്നെ നമുക്ക് ഡീപ്പായിട്ട് പറയേണ്ട നേരം പറയുകയില്ല ഇൻഷാ അള്ളാഹ്. ഇപ്പൊ തൽക്കാലം നമുക്ക് ചുരുക്കം അല്ലേ, കറയപ്പോലെ സമയം. അപ്പൊ ഈ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ കേൾക്കില്ല, അതായത് നമുക്ക് വേഗം ദ്വാരുന്ന് പിടിയാണ് കേട്ടോ.